ഇങ്ങനെ നമ്മൾ പറ്റിയത് എന്നൊരു പൊതുവെയുള്ള സംസാരം. അൽഫാസ് അല്ലേ 2000 വോട്ട് കൂടുതൽ കിട്ടുമെന്ന് പിന്നെ പ്രവചിച്ചത്. അതിന്റെ കാരണം അൽഫാസിനെ കണ്ടുപിടിച്ചാൽ മതി. എനിക്കങ്ങനെ അറിയാൻ പറ്റും. അതെ, അത് അൽഫാസിന്റെ പഠനത്തിലൂടെ തെളിഞ്ഞതല്ലേ? അല്ല അല്ലെങ്കിൽ അൽഫാസ് അങ്ങനെയല്ലേ മനസ്സിലാക്കിയത്? അൽഫാസിന്റെ ബോധ്യമല്ലേ അത് എങ്ങനെ പോയി എന്നുള്ളത് അൽഫാസ് തന്നെ കണ്ടുപിടിക്കും. അല്ല, ഞാനെന്താ പറയണ്ട. സുഹൃത്തുക്കളെ, നമുക്ക് ഈ വാർത്താ സമ്മേളനം ആരംഭിക്കാം. തെരഞ്ഞെടുപ്പിന് ശേഷം നിങ്ങളെല്ലാവരെയും അഭിമുഖീകരിക്കുന്നത് ആദ്യമായിട്ടാണ്. എന്നോടൊപ്പം CPM ഏരിയ സെക്രട്ടറി സലീമുണ്ട്, ജില്ലാ പഞ്ചായത്ത് അംഗം PV രാജേഷുണ്ട്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബാബുരാജുണ്ട്, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, കഴിഞ്ഞ പ്രാവശ്യത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ AM റാസിയുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളോട് ചില സത്യാവസ്ഥകൾ പറയാനുണ്ട്. നിങ്ങളിലൂടെ ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ ഞങ്ങളുടെ മുന്നണി കേരളത്തിൽ പരാജയപ്പെട്ടു. വാവന്നൂർ നിയോജകമണ്ഡലത്തിലും പരാജയപ്പെട്ടു. ഞങ്ങളാ ജനവിധി അംഗീകരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചു എന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കി ഞങ്ങളുടെ തെറ്റുതിരുത്തി കൂടുതൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള പരിശ്രമത്തിലാണ്. പക്ഷെ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്നുള്ളത് കൊണ്ട് തന്നെ സത്യവിരുദ്ധവും വ്യാജവുമായ പ്രചാരവേലകൾ നടത്തി ഞങ്ങളെ ആക്ഷേപിക്കാനും ഞങ്ങളെ തകർക്കാനും നോക്കുന്ന പരിശ്രമങ്ങളെ തുറന്നു കാണിക്കേണ്ട ബാധ്യത ഞങ്ങൾക്ക് ഇപ്പോഴുമുണ്ട്. അതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ ഞാൻ രണ്ടാമത് പറയാം. ഇപ്പോൾ പ്രധാനമായും വെഞ്ഞാറമൂട്ടിൽ ഉയർന്നു വന്നിരിക്കുന്ന ഒരാക്ഷേപം, വെഞ്ഞാറമൂട്ടിലെ മേൽപ്പാലം അശാസ്ത്രീയമാണ്, അതിൻ്റെ ഡിസൈനിങ്ങും നിർമ്മാണ പ്രവർത്തനങ്ങളും എല്ലാം അതിൻ്റെ പിന്നിൽ വൻ അഴിമതിയാണ് എന്ന ആരോപണമാണ് ഉയർത്തുന്നത്. UDF പൊതുവിൽ മേൽപ്പാലം എവിടെ എന്ന് ചോദിച്ച ഒരു സന്ദർഭമുണ്ട്. മേൽപ്പാലത്തിൻ്റെ പണി ആരംഭിച്ചപ്പോൾ അതിൻ്റെ കരാർ കമ്പനിക്കാരായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ സംബന്ധിച്ച് ആക്ഷേപങ്ങൾ ഉയർത്തി. അത് സംസ്ഥാനത്താകെ ULCCയെ സംബന്ധിച്ച് കോൺഗ്രസും UDF എടുത്തൊരു നിലപാടാണ്. പക്ഷെ ഇപ്പോൾ അവർക്ക് തിരുത്തേണ്ടി വന്നു. ULCCയുടെ വിശ്വാസ്യത നിയമസഭയിൽ തന്നെ തുറന്ന് സമ്മതിക്കേണ്ടി വന്നു. ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. അതൊക്കെ അവരുടെ രാഷ്ട്രീയ ആരോപണങ്ങൾ എന്ന് തന്നെ പറഞ്ഞ് തള്ളിക്കളയാവുന്നതേ ഉള്ളൂ. പക്ഷേ മേൽപ്പാലം വരാനുണ്ടായ സാഹചര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾ ബോധ്യപ്പെടേണ്ടതുണ്ട്. ഒന്ന്, വെഞ്ഞാറമൂട്ടിൻ്റെ ഗതാഗതക്കുരുക്ക് ആരംഭിച്ചിട്ട് പതിറ്റാണ്ടുകളായി. ഞാൻ 2016 ജനപ്രതിനിധിയായി വരുമ്പോൾ ഈ മണ്ഡലത്തിലെ നിരവധി വികസന പ്രശ്നങ്ങളിൽ മുന്തി നിന്നത് വെഞ്ഞാറമൂട്ടിൻ്റെ ഗതാഗതക്കുരുക്കായിരുന്നു. നിരവധി ആലോചനകൾ അതിനെ സംബന്ധിച്ച് നടത്തി. അതിൻ്റെ ഭാഗമായിട്ടാണ് പെരപ്പംകോട്ട് നിന്ന് അമ്പലമുക്ക് വരെയും മാർക്കറ്റ് ജംഗ്ഷൻ വെഞ്ഞാറമൂട്ടിൽ നിന്ന് കാവറ വഴി മുക്കുന്നൂർ തൊട്ടടുത്ത് അവസാനിക്കുന്ന റിംഗ് റോഡുകൾ, ഔട്ടർ റിംഗ് റോഡും ഇന്നർ റിംഗ് റോഡും ഗതാഗതക്കുരുക്കിൻ്റെ പരിഹാരത്തിന് വേണ്ടി കണ്ടെത്തിയ പദ്ധതികളാണ്. അതിൻ്റെ കരാറുകാരൻ തോപ്പിൽ കൺസ്ട്രക്ഷൻസ് ആയിരുന്നു. ഈ മണ്ഡലത്തിൽ ചില വർക്കുകൾ എടുത്തു. അവർ അത് വഴിയിലിട്ട് കളഞ്ഞിട്ട് പോയി. ഒരുപാട് കാലതാമസം അതുമൂലം നമുക്ക് വികസന പ്രവർത്തനങ്ങളിൽ വന്നു. പക്ഷേ അതിനെല്ലാം അതിജീവിക്കാൻ നോക്കായി. അതിൽ ഔട്ടർ റിംഗ് റോഡിൻ്റെ പണി ഏകദേശം 80% പൂർത്തിയാക്കിയിട്ടാണ് അവരെ കരാറിൽ നിന്ന് ഒഴിവാക്കുന്ന സന്ദർഭമുണ്ടായത്. എന്നാൽ ഇന്നർ റിംഗ് റോഡിൻ്റെ വർക്ക് അവരതിൽ പ്രവർത്തനം ആരംഭിച്ചിരുന്നില്ല. പക്ഷെ തുടർന്ന് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്നർ റിംഗ് റോഡ് റീടെൻഡർ ചെയ്തു.
അതിൻ്റെ ഭാഗമായി ഊരാളുകൾ തന്നെ അതെടുത്തു. വളരെ പെട്ടെന്ന് തന്നെ 2 മാസ കാലാവധി കൊണ്ട് ആ ഇന്നർ റിംഗ് റോഡ് അവർ പൂർത്തിയാക്കി തരികയും ചെയ്തു. ഇന്നർ റിംഗ് റോഡിൻ്റെ ഭാഗമായി ഭൂമി ഏറ്റെടുക്കലുണ്ടായിരുന്നു, ലാൻഡ് അക്വിസിഷൻ ഉണ്ടായിരുന്നു. അതും വളരെ വേഗതയിലാണ്. ടെൻഡർ നടപടികൾ ആരംഭിച്ചതിന് ശേഷം വളരെ വേഗതയിലാണ് അതും പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. വെഞ്ഞാറമൂടിൽ ഇന്നർ റിംഗ് റോഡ് യാഥാർത്ഥ്യമാവുകയും ചെയ്തു. ആദ്യമായി ഗതാഗതക്കുരുക്കിൻ്റെ പരിഹാരത്തിന് വേണ്ടി കണ്ടത് ഒരു ബൈപ്പാസാണ്. 2017 ബഡ്ജറ്റിൽ ബൈപ്പാസിന് വേണ്ടിയാണ് 25 കോടി രൂപ മാറ്റിവെച്ചത്. അത് ചെയ്യാൻ കാരണം അന്ന് നിലവിലുണ്ടായിരുന്ന നെല്ലനാട് പഞ്ചായത്ത് UDFൻ്റെ പഞ്ചായത്തായിരുന്നു. വാഗ്ദാനം ചെയ്തത് അതിനാവശ്യമായ ഭൂമി ഏറ്റെടുത്ത് നൽകാമെന്നതാണ്. പക്ഷേ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചില്ല എന്ന് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് ചില ആക്ഷേപങ്ങളും കോടതിയിൽ പോകുന്ന അവസ്ഥയും ഉണ്ടായി. അത് വെറ്റ്ലാൻഡാണ്, അത് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ആക്ഷേപങ്ങളെല്ലാം ഉയർന്നു. ആ സന്ദർഭത്തിൽ അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോയാൽ അത് യാഥാർത്ഥ്യമാകാൻ പ്രയാസമാണ് എന്ന് കണ്ടുകൊണ്ടാണ് തുടർന്ന് എന്ത് പരിഹാരം എന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ഫ്ലൈ ഓവർ എന്ന ചിന്ത ഉയർന്നു വരുന്നത്. അതിൻ്റെ വിദഗ്ധരുമായിട്ടെല്ലാം കൂടി ആലോചിച്ച് നാറ്റ്പാക് ഉൾപ്പെടെയുള്ള ഏജൻസികളുമായി കൺസൾട്ട് ചെയ്ത് ഫ്ലൈ ഓവറിൻ്റെ പ്രൊപ്പോസൽ അങ്ങനെയാണ് തയ്യാറാക്കി 2016 നിലവിൽ വന്ന ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ തന്നെ സമർപ്പിച്ചത്. സമാന്തരപാതയ്ക്ക് അല്ലെങ്കിൽ ബൈപ്പാസിന് വേണ്ടി അനുവദിച്ച തുക അടുത്ത ബഡ്ജറ്റിൽ മേൽപ്പാലത്തിന് വേണ്ടി ഈ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ മാറ്റിത്തരാൻ ഗവൺമെൻറ് തയ്യാറാകുകയും ചെയ്തു. അങ്ങനെയാണ് മേൽപ്പാലത്തിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഒരുപാട് പരിശോധനകളും പഠനങ്ങളും അതിൻ്റെ ഭാഗമായി വെഞ്ഞാറമൂട്ടിൽ നടന്നിട്ടുണ്ട്. പല വിദഗ്ധരുടെയും ഉപദേശങ്ങൾ തേടിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് അവസാനം മേൽപ്പാലത്തിൻ്റെ ഡിസൈനിങ് തയ്യാറാക്കിയത്. മേൽപ്പാലത്തിന് ഫണ്ട് അനുവദിക്കുന്നത് കിഫ്ബിയാണ് തീരുമാനിച്ചിരുന്നത്. അതിൻ്റെ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി എന്ന് പറയുന്നത് PWDയുടെ തന്നെ കേരള റോഡ് ഫണ്ട് ബോർഡാണ്, KRFB ആണ്. അവരാണ് പ്രവർത്തനം എക്സിക്യൂട്ടീവ് ചെയ്യാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുള്ള ഏജൻസി. അതിൻ്റെ എല്ലാം ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാം സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചകളുടെയും തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് അന്തിമ തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത്. അത് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇവിടെ സംബന്ധിച്ചിടത്തോളം മേൽപ്പാലത്തിൻ്റെ നീളവും വീതിയും അതിനെക്കുറിച്ചൊക്കെ വലിയ ആക്ഷേപമുണ്ട്. ചിലർ പറയുന്നത് തെക്കാട് മുതൽ തണ്ടാമ്പൊയ്യ വരെയാണ് മേൽപ്പാലം വരേണ്ടിയിരുന്നത്. അങ്ങനെ അഭിപ്രായമുള്ളവരുണ്ട്. ഇപ്പോൾ പുതുതായി കേൾക്കുന്നൊരാക്ഷേപം ഈ വെഞ്ഞാറമൂട് CPM ഓഫീസിൻ്റെ മുന്നിൽ നിന്ന് പോലീസ് സ്റ്റേഷൻ വരെയാണ് അത് ആദ്യം ഡിസൈൻ ചെയ്തത്, DPR തയ്യാറാക്കിയത്. ഇതൊക്കെ ആരുടെയെങ്കിലും സ്വപ്നത്തിൽ വിടരുന്ന ഭാവനകളല്ലാതെ എന്തെങ്കിലും യാഥാർത്ഥ്യമുള്ളതാണോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു DPR ഉണ്ടെങ്കിൽ, അങ്ങനെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഏജൻസി അങ്ങനെ ഒരു നിർദ്ദേശം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തെളിവ് കൊണ്ടുവരട്ടെ. ഒരു പദ്ധതിയുടെയും DPR തയ്യാറാക്കുന്നത് ജനപ്രതിനിധികളല്ലല്ലോ, അതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരല്ലേ. എന്തുകൊണ്ട് വെഞ്ഞാറമൂടിൽ മേൽപ്പാലം? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇപ്പോൾ ഈ നമ്മുടെ MC റോഡിൻ്റെ വൈഡനിങ്ങിന് വേണ്ടി 1500 കോടി രൂപ കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന് ASമായി ഇനി കിഫ്ബി നിലവിൽ വരുമോ ഇല്ലയോ അല്ലെങ്കിൽ തുടരുമോ എന്നൊന്നും നമുക്ക് ഇപ്പോൾ പറയാനാകില്ല. UDFൻ്റെ നിലപാട് കിഫ്ബിക്കെതിരായിരുന്നു. ഇപ്പോൾ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ളത് കിഫ്ബി പിരിച്ചുവിടില്ല, പുനഃക്രമീകരിക്കുമെന്നാണ്. എന്തും ആയിക്കൊള്ളട്ടെ, അത് വരാനിരിക്കുന്ന കാലത്താണ് തെളിയിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ റോഡ് വൈഡൻ ചെയ്യും. ഇപ്പോൾ ഒരു സംശയം വന്നിരിക്കുന്നത്, അങ്ങനെ MC റോഡ് വൈഡൻ ചെയ്താൽ പിന്നെ മേൽപ്പാലത്തിൻ്റെ ആവശ്യം എന്താണ്? യഥാർത്ഥത്തിൽ വെഞ്ഞാറമൂടിൻ്റെ ഗതാഗതക്കുരുക്ക് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും. അത് റോഡിൻ്റെ വീതി കുറവുകൊണ്ടല്ല, വിട്ടില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് വെഞ്ഞാറമൂട് ടൗണിൻ്റെ പ്രത്യേകതയാണ്. വെഞ്ഞാറമൂട് ടൗണിൽ കിഴക്കുവശത്തായി KSRTC ബസ് സ്റ്റാൻഡ്, ആറ്റിങ്ങൽ റോഡും കിഴക്കേ റോഡും MC റോഡിൽ വന്ന് ചേർന്ന് തൊട്ട് എതിർവശത്തൂടെ അല്ല പോകുന്നത്, കുറച്ച് മാറിയാണ് പോകുന്നത്. ബസ് സ്റ്റാൻഡിലേക്ക് കയറി ഇറങ്ങുന്ന വാഹനങ്ങളും ആറ്റിങ്ങൽ റോഡിൽ നിന്ന് വന്ന് തിരിഞ്ഞു പോകുന്ന വാഹനങ്ങളും നിയന്ത്രിക്കാൻ ട്രാഫിക് സിഗ്നൽ ഉപയോഗിച്ച് കഴിയാത്ത അവസ്ഥയാണ് വെഞ്ഞാറമൂടുള്ളത്. എത്രയോ കാലമായി നമ്മുടെ അനുഭവം നിങ്ങൾ പരിശോധിച്ച് നോക്ക്. അല്ലാതെ വെഞ്ഞാറമൂടിൻ്റെ റോഡിന്, ജംഗ്ഷനിലെ റോഡിന് വീതി കുറഞ്ഞതുകൊണ്ടല്ല ഈ ഗതാഗതക്കുരുക്ക്. KSRTC ബസ് ഇറങ്ങുമ്പോഴും തിരിച്ചു കയറുമ്പോഴും ഒക്കെ വരുന്ന ബ്ലോക്കാണ് എപ്പോഴും ഈ ഗതാഗതക്കുരുക്ക് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നത്.
അതിന് പകരം സംവിധാനം എന്ന നിലയിൽ നമ്മൾ ഒരു ഔട്ടർ റിംഗ് റോഡ് പൂർത്തിയാക്കി. പക്ഷെ അതുകൊണ്ടൊന്നും ഇവിടുത്തെ ഗതാഗതക്കുരുക്കിന് യാതൊരു പരിഹാരവും കാണാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് വെഞ്ഞാറമൂട് ടച്ച് ചെയ്യാതെ പോകേണ്ടുന്ന വാഹനങ്ങൾക്കാകെ മേൽപ്പാലത്തിലൂടെ കടന്നു പോകാവുന്ന, അതായത് ടൗൺ മാത്രം കടന്നു പോകാം, ടൗൺ മാത്രം കടന്നു പോയാൽ ഗതാഗതക്കുരുക്ക് അവസാനിക്കും. ആ രൂപത്തിൽ ഇതിൻ്റെ ടെറൈനെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ ഒരു ഡിസൈനും DPRും തയ്യാറാക്കിയത്. തയ്യാറാക്കുമ്പോൾ തന്നെ ആദ്യം KRBയുടെ പ്രപ്പോസൽ എന്ന് പറയുന്നത് ഇതിൻ്റെ എൻട്രൻസ് കുറച്ചുകൂടി വീതി കിട്ടിയാൽ മാത്രമേ സർവീസ് റോഡ് 4 മീറ്റർ സർവീസ് റോഡും 1.5 മീറ്റർ ഫുട്പാത്തും കിട്ടുകയുള്ളൂ. അതിനാവശ്യമായ പ്രപ്പോസൽ അവർ തയ്യാറാക്കി. അന്ന് അവർ തയ്യാറാക്കിയ പ്രപ്പോസൽ 15 കോടിയാണ്. ഫണ്ട് അനുവദിക്കേണ്ട കിഫ്ബിക്ക് സമർപ്പിച്ചപ്പോൾ കിഫ്ബിയുടെ ഉദ്യോഗസ്ഥന്മാർ, ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വന്ന് പരിശോധന നടത്തി. ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ CT ചീഫ് ടെക്നീഷ്യൻ, അദ്ദേഹമാണ് അവസാന അപ്രൂവൽ കൊടുക്കേണ്ടത്. അദ്ദേഹം ഇവിടെ വെഞ്ഞാറമൂട്ടിൽ വന്ന് ഈ പരിശോധന നടത്തി. പക്ഷെ അവരാണ് ആ പ്രപ്പോസലിനെ മറികടന്നുകൊണ്ട് ഇത് പോരാ, ദേശീയപാത വികസനം വരുമ്പോഴും ഈ റോഡ് വികസിച്ച് വരുന്നതാണ്, അതുകൊണ്ട് തന്നെ ഇപ്പോൾ 6 മീറ്റർ സർവീസ് റോഡും 1.5 മീറ്റർ ഫുട്പാത്തും എന്ന നിലയിൽ ഈ റോഡിന് അക്വിസിഷൻ വേണം. അത് ഫണ്ട് കിഫ്ബി അനുവദിക്കാൻ തത്വത്തിൽ അംഗീകരിക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്തുകൊണ്ട്, അതായത് ഇപ്പോൾ അനുവദിക്കപ്പെട്ട തുക ഉൾപ്പെടെ എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്തുകൊണ്ട് ഒരു പ്രപ്പോസൽ KRBയോട് തയ്യാറാക്കാൻ കിഫ്ബി ആവശ്യപ്പെട്ടു. അതിൻ്റെ അന്തിമ രൂപം കത്ത് മുഖാന്തരം 17/3/2025 KRBയുടെ പ്രോജക്റ്റ് ഡയറക്ടർ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിക്ക് കത്തെഴുതുകയുണ്ടായി. അത് ഈ ഘട്ടത്തിൽ തന്നെ താഴെത്തട്ടിലുള്ള പരിശോധനകൾ നടത്തി ഫിനാൻസിൻ്റെ അംഗീകാരം വാങ്ങി, PWDയുടെ അംഗീകാരം വാങ്ങി ഇന്ന് ഗവൺമെൻറ്റിൻ്റെ പരിഗണനയിലിരിക്കുകയാണ്, ഫിനാൻസ് സെക്രട്ടറിയുടെ പരിഗണനയിലിരിക്കുകയാണ്. അതിൻ്റെ നാൾ വഴികൾ എൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ 4/6/2026 മുതൽ ഫിനാൻസിൻ്റെ സെക്രട്ടറിയായ പാട്ടീൽ അജിത് ഭഗത് റാവു IASൻ്റെ മേശപ്പുറത്ത് ആ ഫയലുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഫയലുകൾ നീങ്ങി ഫിനാൻസ് സെക്രട്ടറിയുടെ മേശപ്പുറത്ത് എത്തുമ്പോഴേക്കും നിർഭാഗ്യവശാൽ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തു, പെരുമാറ്റച്ചട്ടം വന്നു. അദ്ദേഹം ഫയലിൽ നോട്ട് ചെയ്തത് കൺസിഡർ ഇറ്റ് ആഫ്റ്റർ NCC എന്നാണ്. ഇത് പെരുമാറ്റച്ചട്ടങ്ങൾക്ക് ശേഷം പരിഗണിക്കണമെന്നാണ്. ഈ ഫയൽ അവിടെ ഉണ്ട്. അപ്പോൾ ഇതുൾപ്പെടെയാണ് മേൽപ്പാലത്തിൻ്റെ എസ്റ്റിമേറ്റും ഡിസൈൻ എന്ന് പറയുന്നത്. അതായത് കിഫ്ബിയുടെ അനുമതിയോടുകൂടി 107.62 കോടി രൂപയാണ് ഇതിന് കിഫ്ബി നൽകാം എന്ന് സമ്മതിച്ചിട്ടുള്ളത്. അതിലോരോ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇതിന് സിവിൽ വർക്ക് ഇപ്പോൾ ULCയുമായി കരാറായിട്ടുള്ള സിവിൽ വർക്ക് 27,96,62,590 രൂപയാണ്. യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ് വേണം, അതായത് ഇലക്ട്രിസിറ്റി ലൈൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അണ്ടർഗ്രൗണ്ട് ഇലക്ട്രിക് ലൈനാണ്. അണ്ടർഗ്രൗണ്ട് പോയി ഇതിൻ്റെ പാലത്തിൻ്റെ ഇരുവശവും സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചുകൊണ്ടും കണക്ഷൻ, ഹൗസ് കണക്ഷനും മറ്റ് ഷോപ്പുകൾക്കുള്ള കണക്ഷനും അണ്ടർഗ്രൗണ്ടിൽ തന്നെ ചെറിയ ബോക്സ് വിളിച്ച് അതിൽ നിന്ന് കണക്ട് ചെയ്യത്തക്ക രൂപത്തിലുള്ള ഏറ്റവും പുതിയ മെത്തേഡ് അനുസരിച്ചുള്ള ഒരു യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ് ആണ് ഇലക്ട്രിസിറ്റി ബോർഡ് വിഭാവനം ചെയ്തിട്ടുള്ളത്. അതിനുവേണ്ടി 1,96,00,000 രൂപ, അതിലിപ്പോൾ തന്നെ 15 ലക്ഷം രൂപ ആൾറെഡി അനുവദിച്ചിട്ടുണ്ട്, അത്യാവശ്യം ചില പോസ്റ്റുകൾ മാറ്റുന്നതിന് വേണ്ടി. വാട്ടർ അതോറിറ്റിയുടെ ഷിഫ്റ്റിങ്ങിന് വേണ്ടി 67,06,000 രൂപ. ലാൻഡ് അക്വിസിഷന് വേണ്ടി 169 സെൻറ്റാണ് കിഫ്ബിയുടെ നിർദ്ദേശപ്രകാരം ലാൻഡ് അക്വയർ ചെയ്യേണ്ടത് ഈ രണ്ട് ഭാഗത്തുമായി. അതിന് 50,70,00,000 രൂപയാണ്. അതായത് സെൻറ്റിന് 30 ലക്ഷം രൂപ വെച്ചാണ് കിഫ്ബി അക്കാര്യത്തിൽ കണക്കാക്കിയിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള തുകയാണ് അനുവദിക്കുന്നത്. സെൻറ്റിന് 30 ലക്ഷം രൂപ വെച്ച് ആണ്. ഇത് കൂടാതെ ഇപ്പോൾ കടകളുണ്ടാവും, ചിലപ്പോൾ സ്ട്രക്ചർ ഉണ്ടാവും. ആ സ്ട്രക്ചർ വാല്യുവേഷനും
21,30,00,000 രൂപയാണ് അതിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൻ്റെ GST എല്ലാം കൂടി 5 കോടി വരും. അങ്ങനെ എല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് 107,62,00,000 രൂപ. അതാണ് ആ ഫയലാണ് താഴെയുള്ള കേസുകളെല്ലാം കഴിഞ്ഞ് ഗവൺമെൻറ്റിൻ്റെ പരിഗണനയിലേക്ക് വിടാൻ മന്ത്രിസഭ യോഗത്തിന് അല്ലെങ്കിൽ ക്യാബിനറ്റിലേക്ക് വിടാത്തത് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നുകൊണ്ടാണ്. ഇപ്പോൾ അത് ഫിനാൻസ് സെക്രട്ടറിയുടെ മേശപ്പുറത്ത് തന്നെയുണ്ട്. ഈ ഫയലുകളിലെല്ലാം നമ്പറുണ്ട്. ഞങ്ങളാരും കള്ളം പറയുന്നതല്ല. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടെന്നാണ് എൻ്റെ ധാരണ. കാരണം ചില വാട്സാപ്പ് പോസ്റ്റുകളും ചില മാധ്യമ പ്രചരണങ്ങളും വരുന്നത് എന്താണ്, DK മുരളി മാധ്യമങ്ങളെ കാണുന്നത് 100 കോടി രൂപ ഞങ്ങൾ ഇതിനു വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നതിന് വേണ്ടി അല്ലേ എന്ന ചോദ്യം ഇപ്പോൾ മുൻകൂർ ഉന്നയിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇത് മനസ്സിലാകാത്തതുകൊണ്ട് ഇത് മനസ്സിലാക്കിക്കൊണ്ട് വ്യാജ പ്രചാര വേല നടത്തുകയാണ്. പിന്നെ വെഞ്ഞാറമൂട് മരിക്കുന്നു അല്ലെങ്കിൽ നശിച്ചു പോയി എന്നുള്ള പ്രചരണം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. ഗതാഗതക്കുരുക്ക് ശാശ്വതമായി നിലനിൽക്കുന്ന, എല്ലാ കാലത്തും നിലനിൽക്കുന്ന ഒരു വെഞ്ഞാറമൂടാണോ വേണ്ടത്? ഈ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണിയിട്ടുള്ള പുതിയ വെഞ്ഞാറമൂടാണോ വേണ്ടത്? വെഞ്ഞാറമൂടിൻ്റെ കടകമ്പോളങ്ങളും വെഞ്ഞാറമൂടിൻ്റെ ജീവിതങ്ങളും ഈ 300-400 മീറ്ററിൻ്റെ ഇരുവശവും മാത്രമല്ല. ഇന്ന് നിങ്ങൾ നോക്കിയാൽ വെഞ്ഞാറമൂട് ടൗൺ തൈക്കാട് മുതൽ തണ്ട്രാമ്പുഴ വരെയാണ്, വലിയ ടയ്ക്കാൽ മുതൽ മണലിമുക്ക് വരെയാണ്. അത്രയും വിസ്തൃതമായൊരു പ്രദേശത്താണ്. ആ വിസ്തൃതമായ ഒരു പ്രദേശത്ത് വെഞ്ഞാറമൂടിൻ്റെ ഗതാഗതക്കുരുക്ക് മൂലം സഞ്ചാരയോഗ്യമല്ലാത്തൊരവസ്ഥ മാറണ്ടേ? അതുകൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു വികസന പദ്ധതിയാണ് ഏറ്റെടുത്തത്. ശരിയാണ്, ആ വികസന പദ്ധതി ഏറ്റെടുക്കുന്ന ഘട്ടത്തിൽ നിന്ന് ഇപ്പോൾ വന്നപ്പോൾ ഗവൺമെൻറ് മാറിയതുകൊണ്ട് ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് ജനപ്രതിനിധികൾക്കും ഗവൺമെൻറ്റിനും മാറി നിൽക്കാനാകുമോ? ഗവൺമെൻറ് എന്ന് പറയുന്നത് തുടർച്ചയല്ലേ? ഇന്നലെ വരെ LDF നടത്തിയ വികസന പ്രവർത്തനങ്ങൾക്കെല്ലാം ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് ഇനി അതൊന്നും വേണ്ട, പുതിയതാണ് കാര്യങ്ങൾ എന്ന രൂപത്തിലാണോ സാധാരണഗതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? അപ്പോൾ ഇത് എവിടെയാണോ എത്തി നിൽക്കുന്നത് അവിടെ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ ഇടപെടലാണ് നടത്തേണ്ടത്. കിഫ്ബി പിരിച്ചുവിടാൻ ഒരുപക്ഷെ UDF തീരുമാനിച്ചാൽ ബദൽ സംവിധാനം ഉണ്ടാക്കി അതിൻ്റെ ഫണ്ട് കണ്ടെത്തണം, പ്ലാൻ ഫണ്ടോ ഒക്കെ. കാരണം ഇത് പ്രപ്പോസൽ അംഗീകരിച്ചതാണ്, അത് ജനപ്രതിനിധികളല്ലോ, ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ ഇതല്ലേ അന്വേഷിച്ചത്. ഇനി അശാസ്ത്രീയമാണ് എന്നതിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ, അശാസ്ത്രീയമായി ഡിസൈൻ തയ്യാറാക്കിയ, അശാസ്ത്രീയമായി ഈ പ്രപ്പോസൽ തയ്യാറാക്കിയ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കാനും നടപടി ശുപാർശ ചെയ്യാനും ഇവർ തയ്യാറാകുമോ? അതാണ് ചോദിക്കാനുള്ളത്. അങ്ങനെ ചെയ്യണ്ടേ? ഒരു നഗരത്തെ, ഒരു പട്ടണത്തെ മുച്ചൂട് നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രക്ചറും എസ്റ്റിമേറ്റുമായി കുറേ ഉദ്യോഗസ്ഥന്മാർ രംഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ, രാഷ്ട്രീയ പ്രേരണ ഉണ്ടെങ്കിൽ ആ പ്രേരണയ്ക്ക് വിധേയമായി രംഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി വേണ്ടേ? അതിന് ശുപാർശ ചെയ്യുന്നുണ്ടോ? അപ്പം ഇതെല്ലാം തന്നെ ഇവിടെ ചിലർ മുൻകൂട്ടി കണ്ടതുപോലെ വരാൻ പോകുന്ന ഉത്തരവാദിത്വങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമായിട്ട് മാത്രമേ കണക്കാക്കാൻ പറ്റുള്ളൂ. ഞാൻ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്നതിന് തൊട്ട് മുമ്പ് ഒരുപക്ഷെ ആദ്യമായി ഞാനായിരിക്കും നിലവിലുള്ള MLA നേരിട്ട് അഭിനന്ദിച്ച ഒരാൾ എന്ന് എനിക്ക് തോന്നുന്നു. ഏകദേശം തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നില്ല, പ്രഖ്യാപിച്ചില്ല, പക്ഷേ UDFൻ്റെ സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് ഏകദേശം എനിക്ക് ഉറപ്പായി. ആ സന്ദർഭത്തിൽ എൻ്റെ മണ്ഡലം സെക്രട്ടറി എൻ്റെ ചീഫ് ഇലക്ഷൻ ഏജൻ്റായിട്ട് തെരഞ്ഞെടുപ്പ് ഹാളിലുണ്ട്. അദ്ദേഹത്തിന് ഫോൺ ചെയ്ത് ഞാൻ ശ്രീ സുധീഷ് ഷായെ വിളിച്ച് അഭിനന്ദിക്കുക മാത്രമല്ല ഭാവി പ്രവർത്തനങ്ങൾ പിന്തുണയും കൊടുത്തു. ഇന്നും എൻ്റെ നിലപാടതാണ്. കാരണം നാടിൻ്റെ വികസനത്തിന് ഏതു ജനപ്രതിനിധി മുന്നിട്ടിറങ്ങിയാലും അതിനെ പിന്തുണയ്ക്കുക എന്നുള്ളൊരു സമീപനമാണ് പൊതുവെ വ്യക്തിപരമായുള്ളതും ആ സമീപനമാണ്. അതുകൊണ്ട് തന്നെ പുതിയ ജനപ്രതിനിധി കാര്യങ്ങൾ മനസ്സിലാക്കി വരാനുള്ള സമയമെടുക്കും. അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി വരാൻ ഒരു സമയം നമ്മൾ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അതിലൊന്നും തന്നെ യാതൊരു തരത്തിലുള്ള പ്രകോപനമോ പ്രതിഷേധമോ ആരോപണങ്ങളോ ഉന്നയിക്കാതെ മുന്നോട്ട് പോകുന്നൊരു സമീപനമാണ് നമ്മളെടുത്തത്. പക്ഷേ അതിൻ്റെ പേരിൽ വ്യാജ പ്രചരണവുമായി രംഗത്ത് വന്നാൽ, വസ്തുതാവിരുദ്ധമായ നിലപാടുകൾ പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിനോട് പ്രതികരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ജനങ്ങൾക്കത് മനസ്സിലാക്കണമല്ലോ. പിന്നെ കുറച്ച് എതിർപ്പും പ്രതിഷേധവും ഒക്കെ വ്യാപാരികൾക്കുണ്ട് എന്നുണ്ട്. വ്യാപാരികളെ വഞ്ചിച്ചു എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് വഞ്ചിക്കുക? ഞാൻ ചോദിക്കട്ടെ, ഒരു പദ്ധതി അത് സ്വകാര്യമായി നടത്താൻ കഴിയുന്നതാണോ? ഇവിടുത്തെ ഓരോ ഘട്ടത്തിലും ഇതിൻ്റെ പ്രവർത്തനോദ്ഘാടന വേളയിൽ, അതുപോലെ തന്നെ ഇതിൻ്റെ ആലോചനാ യോഗങ്ങൾ മിക്കവാറും ഒക്കെ നടത്തിയത് നിങ്ങൾ പത്രപ്രതിനിധികൾക്കും അറിയാവുന്നതാണ്. നെല്ലാട് പഞ്ചായത്ത് ഓഫീസിൽ വെച്ചാണ്. നെല്ലാട് പഞ്ചായത്ത് ഓഫീസിൽ അന്ന് ഭരണം നടത്തുന്നത് UDF ആണ്.
പഞ്ചായത്ത് പ്രസിഡന്റെയും ജനപ്രതിനിധികളുടെയും മിക്ക രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും ക്ഷണിച്ചുകൊണ്ടാണ് അതെല്ലാം നടത്തിയിട്ടുള്ളത്. എല്ലാവരും വന്നിട്ടില്ല. അവസാനത്തെ ഈ ഉദ്ഘാടനത്തിൻ്റെ സ്വാഗതസംഘ യോഗം വിളിക്കുമ്പോൾ ഞാൻ മാത്രമല്ല, ഇതിൻ്റെ ബന്ധപ്പെട്ട എഞ്ചിനീയർമാർ ഉൾപ്പെടെയാണ് ആ സ്വാഗതസംഘ യോഗത്തിൽ പങ്കെടുത്തത്. പ്രമുഖരായ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുണ്ടായിരുന്നു. ചില ആളുകൾ വന്നില്ല. വരാത്തതുകൊണ്ട് ഞങ്ങളോടാരും ആലോചിച്ചില്ല എന്ന നിലയിലാണ് അവർ അത് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കും. ഇപ്പോൾ നിലവിൽ MLA വന്നതിന് ശേഷം പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് ഒരു ആലോചന യോഗം വിളിച്ചല്ലോ. ഈ മേൽപ്പാലത്തിൻ്റെ കാര്യങ്ങൾ പരിശോധിക്കാനും ട്രാഫിക് നിയന്ത്രിക്കാനും ഒക്കെ നല്ല കാര്യമാണത്. അതിൽ വെച്ച് കുറേ നല്ല തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ പാർട്ടിയുടെ പ്രതിനിധികൾ പോയിട്ടുണ്ട്, LDFൻ്റെ പ്രതിനിധികൾ പോയിട്ടുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റ് അതിന് എല്ലാ പിന്തുണയും കൊടുത്തിട്ടുണ്ട്. ഈ ക്ഷണിച്ചില്ല എന്നൊക്കെ പറയുന്ന ആളെ, ഞാൻ കഴിഞ്ഞ 10 വർഷക്കാലം MLA അല്ലേ, എൻ്റെ പീരീഡിലല്ലേ ഈ മേൽപ്പാലം ഇവിടെ യാഥാർത്ഥ്യം ആയത്, ഇവിടെ കൊണ്ടുവന്നത്. സ്വാഭാവികമായിട്ട് അതിൻ്റെ കുറേ അനുഭവങ്ങൾ എനിക്കുണ്ടാവില്ല. എന്നെ കൂടെ വിളിക്കണ്ടേ, എന്നെ അറിയിക്കണ്ടേ, എന്നോടൊന്ന് ചോദിക്കണ്ടേ. എനിക്ക് പരാതിയൊന്നുമില്ല കേട്ടോ. എന്നെ വിളിച്ചില്ല എന്നുള്ള കാരണം കൊണ്ട് എൻ്റെ പാർട്ടിയുടെ പ്രതിനിധികൾ ആരും പങ്കെടുക്കാതെ ഇരുന്നില്ല. അവിടുത്തെ എടുത്ത തീരുമാനങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പോൾ റിംഗ് റോഡിന് 2 കോടി രൂപ ബഡ്ജറ്റിൽ അനുവദിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ നല്ല കാര്യമാണ്. അത് ഈ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനാവശ്യമായ സമയബന്ധിതമായി ഏത് റോഡിനെ ഉദ്ദേശിച്ചാണ് ഫണ്ടെന്നൊന്നും എനിക്കിപ്പോൾ അറിയില്ല. അത് യഥാർത്ഥത്തിൽ ശരിയായ നിലയിൽ അത് വിനിയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പണി മുമ്പോട്ട് കൊണ്ടുപോകാൻ സഹായകമാകും. ഇവിടെ 2 കാര്യങ്ങൾ പുതിയ ഗവൺമെൻറ് ചെയ്യാം. ഒന്ന്, കിഫ്ബി നിർദ്ദേശിച്ചതുപോലെ തന്നെ വെഞ്ഞാറമൂടിൻ്റെ എല്ലാ സൗകര്യങ്ങളുമുള്ള സർവീസ് റോഡ് പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഇപ്പം നിർദ്ദേശിക്കപ്പെട്ട് ഗവൺമെൻറ്റിൻ്റെ പക്കലുള്ള പ്രപ്പോസൽ അംഗീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം. ഇതല്ല, അടിയന്തരമായി ഫസ്റ്റ് ഫേസ് എന്ന നിലയിൽ 15 കോടി രൂപ അനുവദിച്ചാൽ, അത് KRFBയുടെ ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചാൽ അവർ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അനുവദിച്ചാൽ ഈ എൻട്രൻസും അതുപോലെ തന്നെ 4 മീറ്റർ വീതിയിൽ എല്ലായിടത്തും സർവീസ് റോഡ് എത്തത്തക്ക നിലയിലും 1.5 മീറ്റർ വീതിയിൽ ഫുട്പാത്ത് വരുന്ന രൂപത്തിലും നമുക്ക് ആ റോഡ് പൂർത്തിയാക്കാൻ പറ്റും. ഇതെല്ലാം പൂർത്തിയാക്കി ഇതിൻ്റെ കൂടെ തന്നെ പൂർത്തിയാക്കാൻ പറ്റും. ഇപ്പോൾ മറുപടി പറയുമ്പോൾ അദ്ദേഹം ഒരു സബ്മിഷൻ ഉന്നയിച്ച് മറുപടി പറയുമ്പോൾ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പറഞ്ഞത് സൗജന്യമായി ഭൂമി വിട്ടുകൊടുക്കണം എന്നുള്ളതാണ്. അത് വെഞ്ഞാറമൂടിനെ സംബന്ധിച്ച് മന്ത്രിക്കൊരു ധാരണയില്ലാത്തതുകൊണ്ടാണ്. വെഞ്ഞാറമൂടിൽ എങ്ങനെയാണ് സൗജന്യമായി ഭൂമി വിട്ടുകൊടുക്കാൻ പറ്റുന്നത്? അതൊരു പുതിയ റോഡ് ഗ്രാമപ്രദേശങ്ങളിൽ പോകുന്ന പോലെ അല്ലല്ലോ. സൗജന്യമായി ഭൂമി എടുത്തുകൊണ്ടാണ് നമ്മൾ പാലാങ്കോണം അമ്പലമുക്ക് റോഡ് പൂർത്തീകരിച്ചത്, 10 മീറ്റർ വീതി കിട്ടത്തക്ക നിലയിൽ. എന്നാൽ കാവറ വഴി വരുന്ന റോഡിന് നമുക്ക് അക്വിസിഷൻ തന്നെ വേണ്ടി വന്നു. ഓരോ പ്രദേശത്തിൻ്റെയും പ്രത്യേകതയില്ലേ. അപ്പം അത് മന്ത്രിക്ക് പറഞ്ഞു കൊടുത്ത് ബോധ്യപ്പെടുത്തേണ്ടത് ചുമതല ഇവിടുത്തെ MLAക്കാണ്. വെഞ്ഞാറമൂട് ടൗണിൻ്റെ പ്രാധാന്യവും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അക്വിസിഷൻ നടപടികൾ തുടരണം എന്നുള്ളതും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ ഏറ്റെടുക്കേണ്ടത് ഈ പ്രദേശത്തെ സംബന്ധിച്ച് മനസ്സിലാക്കിക്കൊണ്ട് സ്ഥലത്തെ MLAയാണ്. ഇനി മറ്റൊരു കാര്യം, അങ്ങനെ മന്ത്രിയെ ബോധ്യപ്പെടുത്തി അതിലേക്ക് കൊണ്ടുവരാൻ ഇത് വിശദമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ആ വിശദമായി മനസ്സിലാക്കാൻ സമീപിക്കേണ്ടത് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസിയായ PWDയും KRBയും ഒക്കെയാണ്. ആ ഉദ്യോഗസ്ഥന്മാരെല്ലാം ഈ ഗവൺമെൻറ് കീഴിലല്ലേ. ആരോടത് ഡിസ്കസ് ചെയ്യാമല്ലോ. ഞാൻ മനസ്സിലാക്കുന്നത് തെറ്റാണോ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കഴിഞ്ഞ തവണ വിളിച്ച യോഗത്തിൽ വെച്ച് ഇതിൻ്റെ നാൾവഴികളെല്ലാം MLAക്ക് KRBയുടെ ഉദ്യോഗസ്ഥന്മാർ കൈമാറിയെന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത്. തെറ്റാണെങ്കിൽ ഞാൻ പിൻവലിക്കാം, ഞാനത് സാക്ഷിയൊന്നും അല്ലല്ലോ. ഇനി കൈമാറിയില്ലെങ്കിൽ പോലും അവർ വിളിച്ച് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ മന്ത്രിയെ പോയി ബോധ്യപ്പെടുത്തേണ്ടത്. രാഷ്ട്രീയ പ്രചരണത്തിന് ആവശ്യമായ ഒരു സബ്മിഷൻ, അതിൻ്റെ ഒരു മറുപടി, അതിനെ ചുവട് പിടിച്ച് ഇതാകെ അശാസ്ത്രീയമാണ് എന്ന വിലയിരുത്തൽ നടത്തിയാൽ അത് ജനങ്ങളാകെ വിശ്വസിക്കുമെന്നാണോ അവർ ധരിക്കുന്നത്? അതിൻ്റെ താഴെ വന്ന് പുലഭ്യം പറയുകയാണ്. സൈബർ പോരാളികൾ എന്നാണ് അവർ സ്വയം വിളിക്കുന്നത്. ഞാൻ ഈ കമൻറ്റുകളൊന്നും സാധാരണ ശ്രദ്ധിക്കാറില്ല. അതിലൊരു മാന്യൻ, അതേവിടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്നു. എൻ്റെ സുഹൃത്തുക്കൾ പറയുന്നത് അദ്ദേഹം രാത്രികാലങ്ങളിൽ എല്ലാ പോസ്റ്റും ഇടുമെന്നാണ്. അതൊന്നും എനിക്കറിയില്ല. നല്ല ബോധത്തോടു കൂടി ഇത്തരം പോസ്റ്റുകൾ ഇടില്ല. അദ്ദേഹം ഒരുപാട് അഴിമതി ആരോപണം വരികയാണ്. അദ്ദേഹത്തിൻ്റെ കാലത്ത് ഞാൻ ആക്ഷേപങ്ങളൊന്നും സാധാരണഗതിയിൽ ഉന്നയിച്ച് പോകുന്ന ആളെയല്ല.
അദ്ദേഹത്തിൻ്റെ കാലത്ത് ഇവിടെ പല പദ്ധതികളും കൊണ്ടുവരാൻ പരിശ്രമിച്ചിട്ടുണ്ട്. ഒരു തിയേറ്റർ സമുച്ചയം കൊണ്ടുവന്നു. സ്ഥലം തരാമെന്ന് നേരിട്ട് വാക്കുന്നതാണ്. അതിൻ്റെ NOC കൊടുക്കാൻ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ഉദ്യോഗസ്ഥന്മാർ നേരിട്ട് ആവശ്യപ്പെട്ടപ്പോൾ പാടെ മാറി. അന്ന് തന്നെ കഴിഞ്ഞ ആദ്യത്തെ LDF ഗവൺമെൻറ് കാലത്ത് തന്നെ പൂർത്തിയാക്കാമായിരുന്ന ഒരു തിയേറ്റർ സമുച്ചയം വെഞ്ഞാറമൂട് നഷ്ടപ്പെട്ടത് അങ്ങനെയാണ്. ബൈപ്പാസിന് സ്ഥലം ഏറ്റെടുത്ത് തരാമെന്ന് പറഞ്ഞു. ഒരു നടപടിയുമായി മുന്നോട്ട് പോയില്ല. അപ്പോൾ അന്ന് നടന്ന കാര്യങ്ങളെന്ത്? അങ്ങനെ പഴയ കാര്യങ്ങളിലേക്ക് പോയി ഞാനൊരു ജനപ്രതിയും കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഇവിടെ വെഞ്ഞാറമൂട് ബസ് സ്റ്റാൻഡ് ദീർഘവീക്ഷണമില്ലാതെയാണ് അന്നത്തെ മാർക്കറ്റ് ഒഴിവാക്കി സ്ഥാപിച്ചത് എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയുമല്ലോ. ഞാനത് പറയുന്നില്ല, ആരോപിക്കുന്നില്ല. കാരണം അന്നത്തെ ജനപ്രതികൾക്ക് KSRTC ബസ് സ്റ്റാൻഡ് വരണമെന്ന ആഗ്രഹത്തിന്മേൽ അതിന് പറ്റിയ സ്ഥലം എന്ന നിലയിൽ പൊതുവായി ചർച്ച ചെയ്ത് ഉയർന്നു വന്നപ്പോൾ കണ്ടെത്തിയ സ്ഥലത്തേക്ക് വന്നു എന്നുള്ളത് തന്നെയാണ് ശരി. പിന്നെ അഴിമതി എനിക്കെന്തോ തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു ധ്വനിയിലാണ് ഞാനത്. തിരുവനന്തപുരത്ത് നിന്ന് ഫ്ലാറ്റുണ്ട്, കോടിക്കണക്കിന് രൂപ അഴിമതി വാങ്ങിയിട്ടുണ്ട്, അഴിമതി കാണിച്ചിട്ടുണ്ട്. വേറെ ഒരു സുഹൃത്തിൻ്റെ വാട്സാപ്പ് പോസ്റ്റിൽ നിന്ന് എൻ്റെ പ്രവർത്തകരാരോ എടുത്ത് പറഞ്ഞിരിക്കുന്നു, ഞാൻ ഇപ്പോൾ സന്തോഷവാനാണ്, തോറ്റെങ്കിലും കുഴപ്പമില്ല, മേൽപ്പാലത്തിൻ്റെ ഭാഗമായി കോടിക്കണക്കിന് രൂപ കൈക്കൂലി കിട്ടിയിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, വ്യക്തമായി എന്തെങ്കിലും കൈക്കൂലി അങ്ങനെ അതിനെ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് ഇപ്പോൾ DK മുരളി പറയാൻ പോവുകയാണ്. ഞങ്ങളത് വിശ്വസിച്ചോളണം. അത് ഡിഫൻസാണ്, മുൻകൂട്ടി എറിയുകയാണ്. ഇത്തരം രാഷ്ട്രീയ ആരോപണങ്ങളെ തള്ളിക്കളയല്ലാതെ മാർഗമില്ല. എൻ്റെ 10 വർഷക്കാലത്തെ നിയമസഭാ സാമാജികൻ എന്ന ജീവിതത്തിൽ മാത്രമല്ല, ഏകദേശം അരനൂറ്റാണ്ട് കാലത്ത് എൻ്റെ പൊതുപ്രവർത്തനത്തിനിടയിൽ ആത്മാഭിമാനത്തോടു കൂടി പറയാം, ഒരു നയാ പൈസയും കൈക്കൂലി വാങ്ങിയിട്ടില്ല, അനധികൃതമായി ഒരു പൈസയും വാങ്ങിയിട്ടില്ല. എൻ്റെ സ്ഥാപന ജംഗം സ്വത്തുക്കളെ സംബന്ധിച്ച് കഴിഞ്ഞ 10 വർഷമായി ഗവൺമെൻറ്റിന് ഞാൻ സമർപ്പിക്കുന്നുണ്ട്. എൻ്റെയോ എൻ്റെ ഭാര്യയുടെയോ എൻ്റെ കുടുംബത്തിൻ്റെയോ നിലവിലുള്ള സ്വത്തുക്കൾ ആർക്കും പരിശോധിക്കാം. ഞങ്ങൾക്ക് ആൻസസ്റ്ററായി പൈതൃകമായി കിട്ടിയ സ്വത്തിനപ്പുറം ഒന്നും സമ്പാദിക്കാനായിട്ടില്ല. ഒന്നും സമ്പാദിക്കാനായിട്ടില്ല എന്ന് പറഞ്ഞാൽ സമ്പാദിച്ചിട്ടില്ല. അതെൻ്റെ മോഹവുമല്ല. അതുകൊണ്ട് കൂടിയാണ് എൻ്റെ ഭാര്യയ്ക്ക് ശമ്പളം ഉണ്ടായിരുന്നു. ഞാൻ 10-20 വർഷക്കാലം വക്കീലായിരുന്നു. ഞങ്ങൾ അത്യാവശ്യം ഈ കാര്യങ്ങൾ സത്യസന്ധമായി സുതാര്യമായി ജീവിച്ചു പോകുന്ന ഒരു രീതിയാണ് സ്വീകരിച്ചത്. അത് എൻ്റെ മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരുടെയും പ്രവർത്തകരെയും കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ പൊതുവിൽ ഞങ്ങൾ സ്വീകരിക്കുന്ന രീതി അതാണ്. സ്വന്തം അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വന്തം നേതാക്കന്മാരുടെ പ്രവർത്തികളെ വിലയിരുത്തിക്കൊണ്ട് അത് ഞങ്ങൾക്ക് നേരെ ആരോപിക്കാൻ ഏത് മാനസികാവസ്ഥയിലായാലും തയ്യാറാകരുതെന്നാണ് എനിക്ക് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത്. വ്യക്തമായി ആരോപണങ്ങൾ ഉന്നയിച്ചാൽ നിങ്ങൾ തെളിയിക്കണ്ട, ഞാൻ തന്നെ നിയമമൊഴി തേടി അത് തെളിയിച്ചു തരാം. എവിടെയെങ്കിലും എന്തെങ്കിലും പുകമറ സൃഷ്ടിക്കലല്ല. DK മുരളി ഇന്ന സ്ഥലത്ത് ഇത്ര രൂപ കൈക്കൂലി വാങ്ങി, ഇന്ന സ്ഥലത്ത് വസ്തു വാങ്ങി, അതിൻ്റെ ഭാഗമായി ഇന്ന സമ്പാദ്യം ഉണ്ടാക്കി എന്ന് വ്യക്തമായി പറയാൻ ആര് തയ്യാറായാലും പിന്നെ തെളിയിക്കാനുള്ള ബാധ്യത ഞാൻ ഏറ്റെടുത്തോളാം. അതുകൊണ്ട് ഇത്തരത്തിൽ സൈബറിലൂടെ വായി തോന്നിയത് പറഞ്ഞാൽ പൊതുപ്രവർത്തനം മതിയാക്കുന്നവരല്ല ഞങ്ങളാരും. അതാണ് എനിക്ക് വിനയപൂർവ്വം ഇക്കാര്യത്തിൽ പറയാനുള്ളത്. മറ്റൊരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ചില വ്യാജ പ്രചരണങ്ങൾ. ഇപ്പോൾ ഒരു കൂട്ടർ പറയുന്നു ഞാനിതെല്ലാം മതിയാക്കി തിരുവനന്തപുരത്തേക്ക് താമസം മാറി. ഇതൊക്കെ മർമറിങ്ങായി നടത്തുന്ന ടോക്കുകൾ എൻ്റെ ചെവിയിലെത്തുന്നതാണ്. എങ്കിലും ജനങ്ങളോട് നിങ്ങൾ മുഖാന്തരമേ എനിക്ക് പറയാൻ നിവൃത്തിയുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ സന്ദർഭത്തിൽ അതെല്ലാം പറയുന്നത്. ഞാൻ എങ്ങും മാറിയിട്ടില്ല. ഞാൻ എൻ്റെ വീട് ഇപ്പോഴും വെഞ്ഞാറമൂട് തന്നെയാണ്. ഞാൻ താമസിക്കുന്നത് വെഞ്ഞാറമൂട് തന്നെയാണ്. വെഞ്ഞാറമൂട് നിന്നാണ് രാവിലെ എൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. വെഞ്ഞാറമൂട് തന്നെയാണ് വൈകുന്നേരം വന്ന് ചേക്കേറുന്നത്, രാത്രി വന്ന് ചേക്കേറുന്നത്. എൻ്റെ പൊതുപ്രവർത്തനത്തിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല. ഞാൻ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനം തുടങ്ങി വിദ്യാർത്ഥി ജീവിതം മുതലാണ്. 8 വർഷക്കാലം ഇവിടെ CPMൻ്റെ ഏരിയ സെക്രട്ടറി ആയിരുന്നു. അതിനുശേഷം 10 വർഷക്കാലം പാർട്ടി മുന്നണിയും തീരുമാനിച്ചു, ജനങ്ങൾ അംഗീകരിച്ചു, MLA ആയി. കഴിഞ്ഞ തവണ ഞാൻ തോറ്റുപോയി. ഞാനിപ്പോൾ CPMൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ്, കർഷക സംഘത്തിൻ്റെ ജില്ലാ ട്രഷററാണ്. പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി നിൽക്കാനുള്ള എല്ലാ ചുമതലകളും എനിക്ക് തന്നിട്ടുണ്ട്. അത് സജീവമായി ഏറ്റെടുത്ത് പൊതുപ്രവർത്തനം തുടരുകയും ജനങ്ങൾക്കൊപ്പം നിൽക്കുകയും എന്നുള്ളതാണ് എൻ്റെ തീരുമാനം.
ജനപ്രതിനിധി ആയാൽ മാത്രമേ പൊതുപ്രവർത്തനം കഴിയൂ എന്ന ധാരണ ഞങ്ങൾക്ക് ആർക്കുമില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആർക്കും വേണ്ട, അങ്ങനൊരു വ്യാമോഹവും വേണ്ട. പിന്നെ ഞാൻ ഇതെല്ലാം മതിയാക്കിയിട്ട് ഇപ്പോൾ പ്രാക്ടീസ് തുടങ്ങി. എനിക്ക് പ്രാക്ടീസ് തുടങ്ങിയൊക്കെ ചെയ്യാം. ഞാനിപ്പോഴും അഡ്വക്കേറ്റായി എൻറോൾ ചെയ്ത് സജീവമായി എൻറോളിൽ നിൽക്കുന്ന ആളെ തന്നെ. പക്ഷേ ഞാനതിനുദ്ദേശിച്ചിട്ടില്ല. എൻ്റെ പൊതുപ്രവർത്തനം തുടരുക എന്നുള്ളതാണ്. പാർട്ടി നിയോഗിക്കുന്ന പ്രവർത്തനങ്ങൾ ജനങ്ങളുമായി ബന്ധപ്പെട്ട് തുടരുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെ ഈ സമീപനം. അതുകൊണ്ട് അത്തരം തെറ്റായ വാർത്തകളും അത്തരം വ്യാമോഹങ്ങളും ആരെങ്കിലും പ്രചരിപ്പിച്ചാൽ പ്രിയപ്പെട്ടവരെ, നല്ലവരായ ജനങ്ങൾ അത് വിശ്വസിക്കരുത് എന്ന് മാത്രമേ എനിക്ക് അത് സംബന്ധിച്ച് പറയാനുള്ളൂ. ചില വസ്തുതകൾ കൂടി ഇപ്പോൾ ഇതിൻ്റെ ഭാഗമല്ലാതെ തന്നെ ഒന്നിനോട് ഇതിൻ്റെ മേൽപ്പാലത്തെ സംബന്ധിച്ച് ഏകദേശം വ്യക്തമായി ഞാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ലെങ്കിൽ ചില കാര്യങ്ങളൂടെ എനിക്ക് പറയാമല്ലോ. നമുക്ക് ചില പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഫയലിൻ്റെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. അതായത് ഫൈനൽ പ്രപ്പോസൽ പോയതിൻ്റെ ഫയലിനെ സംബന്ധിച്ചുള്ള അതിൻ്റെ KRP തയ്യാറാക്കിയ കത്തിൻ്റെ കോപ്പി കൊടുക്കണേ. അതിൻ്റെ ഫയലിൻ്റെ ഇപ്പോഴത്തെ പൊസിഷനും ഇത് രണ്ടും എൻ്റെ കൈവശമാണ്. ഇതിൻ്റെ വസ്തുതകളും മറ്റു കാര്യങ്ങളും നിങ്ങൾക്ക് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോട് അന്വേഷിച്ച് ഉറപ്പുവരുത്തുകയും ചെയ്യാം. അപ്പോൾ ഞാൻ പറയുന്നത് മാത്രം ഒരു പൊതുപ്രവർത്തനം അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം എന്നല്ല ഞാൻ പറയുന്നത് മാത്രം നിങ്ങൾ വിശ്വസിക്കണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. പിന്നെ മറ്റു ചില ആക്ഷേപങ്ങൾ വരുന്നുണ്ട്. ചില പദ്ധതികൾ നമ്മൾ ഏറ്റെടുക്കുകയും കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റെടുക്കുകയും ചിലതൊക്കെ ടെൻഡർ നടപടികളിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. അതിലൊന്നും നവമണ്ഡലങ്ങളിലും ഓരോ വികസന പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മുടെ മണ്ഡലത്തിൽ ഞാൻ തന്നെ പ്രപ്പോസ് ചെയ്ത് AS ആയത് നീറമൺകടവ് പാലമാണ്. പുല്ലമ്പാറ പഞ്ചായത്തിനെയും പാവൻകണ്ട പഞ്ചായത്തുകളെയും ബന്ധിപ്പിക്കുന്ന മുത്തിപ്പാറ നീറമൺകടവ് പാലമാണ്. ആദ്യം 8 കോടി രൂപ ഞങ്ങൾ ആവശ്യപ്പെട്ടു. പക്ഷേ 7 കോടി രൂപയാണ് അതിന് AS കിട്ടിയത്. അതിൻ്റെ AS നമ്പർ എല്ലാം ഉണ്ട്. PW ബ്രിഡ്ജസ് മുഖാന്തരമാണ് അതിൻ്റെ TS കിട്ടി. ടെൻഡർ ചെയ്യുന്നു. ഈ ടെൻഡറാണ് K രാജീവ് എന്നയാൾ എടുത്തു. 7,02,02,884 രൂപയ്ക്കാണ് എസ്റ്റിമേറ്റ്. അതിൻ്റെ 18.69% എബവ് റേറ്റിലാണ് ഇപ്പോൾ അയാൾ ടെൻഡർ എടുക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഘട്ടമായി 10% താഴെയാണെങ്കിൽ അത് PWDക്ക് തന്നെ നേരിട്ട് PWയുടെ ചീഫ് എഞ്ചിനീയർക്ക് തന്നെ നേരിട്ട് കൊടുക്കുക. അതിന് മുകളിലാണെങ്കിൽ ഗവൺമെൻറ്റിൽ പോകണം. ക്യാബിനറ്റ് അപ്രൂവൽ ഉണ്ടെങ്കിൽ ഈ 18% അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിൻ്റെ നെഗോഷിയേറ്റ് ചെയ്താൽ ഈ കരാറുകാരൻ തന്നെ, അങ്ങനെ പല വർക്കുകളും ഞങ്ങൾ അങ്ങനെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഈ കരാറുകാരന് തന്നെ 10% ചെയ്യാൻ തയ്യാറാണെങ്കിൽ നേരിട്ട് തന്നെ PWക്ക് കൊടുക്കുകയും ചെയ്യാം. അത് ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയ ഒരു വർക്കാണ്. ഇത് പറയാൻ കാരണം ഇത്തരം ചില പാലങ്ങളും മറ്റുമൊന്നും നാട്ടിൽ വെറുതെ കള്ളം പ്രചരിപ്പിച്ചതാണ്. അങ്ങനൊരു ഫണ്ടുമില്ല, അങ്ങനൊരു ഉത്തരവുമില്ല എന്ന നിലയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത് വ്യക്തമാക്കിയത്. ജവഹർ കോളനി പാലം ഭരണാനുമതി കിട്ടിയതാണ് 174 ലക്ഷം രൂപയ്ക്ക്, 1,74,00,000 രൂപയ്ക്ക്. അവിടെ കുറച്ച് സ്ഥലം വേണ്ടതുണ്ടായിരുന്നു. പക്ഷേ നമ്മളെ വൃന്ദാവൻ അജീഷ് എല്ലാം ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ പേരിടാണ്. അദ്ദേഹം സൗജന്യമായി വിട്ടുകൊടുത്തു. അതിനുശേഷമാണ് അതിന് AS എല്ലാം കിട്ടിയത്. അതും ടെൻഡർ ചെയ്തു. കിളിമാനൂർ നാദിർഷ എന്ന കരാറുകാരൻ്റെ അടുത്തു. വർക്ക് ആരംഭിക്കാൻ ഒരു തടസ്സമില്ല. അയാളെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ള ജോലി ബഹുമാന്യായ MLAയും ഗവൺമെൻറ്റും ഇടപെട്ട് ചെയ്താൽ മാത്രം മതിയാകും. ജവഹർ കോളനി പാലം. മറ്റൊരു പാലം വെള്ളയം ദേശം പാലം 2,70,00,000 രൂപ ഭരണാനുമതി കിട്ടിയതാണ്. ആദ്യ ടെൻഡറിൽ അതിലാരും പങ്കെടുത്തിരുന്നില്ല. രണ്ടാമത് വീണ്ടും ടെൻഡർ ഇട്ടു. NR ശിവകുമാർ, നമ്മളെ വെഞ്ഞാറമൂട്ടുകാരനാണ് അയാൾ. അയാൾ 20% മുകളിൽ കോട്ട് ചെയ്തു. 20% മുകളിലായതുകൊണ്ട് ആ ടെൻഡർ അക്സെപ്റ്റ് ചെയ്തില്ല. വീണ്ടും ടെൻഡർ ചെയ്തു. വീണ്ടും ടെൻഡർ ചെയ്തപ്പോൾ തന്നെ ശ്രീകുമാർ 10% താഴെ കോട്ട് ചെയ്തു. അത് PWDക്ക് അനുവദിക്കാവുന്ന അവസ്ഥയിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഞാൻ ശ്രീകുമാറിനോട് ചോദിച്ചപ്പോൾ അതിൻ്റെ സെലക്ഷൻ നോട്ടീസിൻ്റെ സമയമാണ് എന്ന് പറഞ്ഞു. ശ്രീകുമാറുമായി ബന്ധപ്പെട്ട്
ആ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്നതേ ഉള്ളൂ. വെള്ളയം ദേശത്തെ ജനപ്രതിനിധികൾ എന്നെ വിളിച്ച് പറഞ്ഞത് ഇങ്ങനൊരു പാലമേ വെറുതെ പറഞ്ഞതാണ്, ഒരു പദ്ധതിയിലും പെട്ടിട്ടില്ല എന്ന രൂപത്തിലൊരു പ്രചരണമാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ സത്യാവസ്ഥ കൂടി നിങ്ങളെ ബോധ്യപ്പെടുന്നത്. പിന്നെ നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട റോഡാണ് പാങ്ങോട് പൂലോട് വട്ടക്കരിക്കയും എക്സ്പ്രസ് റോഡ്. കഴിഞ്ഞ ബഡ്ജറ്റിൽ 9 കോടി രൂപ, അത് AS ആയതാണ്, AS നമ്പറൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ആർക്ക് വേണം പരിശോധിക്കാം. ശബരിമല പാക്കേജിൽ ഉൾപ്പെടുത്തിയാണ് ആ റോഡ് ചെയ്തത്. കാരണം എന്ന് പറഞ്ഞാൽ പാങ്ങോട് പഞ്ചായത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൂടെ കടന്നു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകളിൽ ഒന്നാണ് അത്. പിന്നെ അശുബക്കനൊക്കെ നേരിട്ട് ബോധ്യമുള്ള ഒരു റോഡാണ്. അതിൻ്റെ TSI വർക്ക് ടെൻഡർ ചെയ്തു. ആദ്യ ടെൻഡറിൽ അത് ആരും എടുത്തിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പ് പീരീഡൊക്കെ ആയതുകൊണ്ടും കൂടി ആവണം അത്. രണ്ടാമത്തെ ടെൻഡറിൽ 2 പേർ കോട്ട് ചെയ്തു, ഒരു ദിലീപും മറ്റൊരു രതീഷും. പക്ഷെ 5 കോടിക്ക് മുകളിലാണ് എങ്കിൽ കരാറുകാരുടെ പ്രീ ക്വാളിഫിക്കേഷൻ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം അവർ അതിന് പ്രാപ്തനാണോ, അവരുടെ മെഷീനറി ഉണ്ടോ എന്നൊക്കെയുള്ള പരിശോധനയാണ് പ്രീ ക്വാളിഫിക്കേഷൻ പരിശോധന. ആ പരിശോധനയിൽ ഇവർ 2 പേരും അയോഗ്യരാണെന്നാണ് വിലയിരുത്തിയതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിന് പരിശോധിച്ച് അവർ അയോഗ്യരാണെങ്കിൽ വീണ്ടും റീടെൻഡർ ചെയ്താൽ ആ റോഡും സമയബന്ധിതമായി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പൂർത്തിയാക്കാൻ കഴിയും. ഞാനിത് സൂചിപ്പിച്ചത് ഇത്തരം പ്രവൃത്തികളൊന്നും തന്നെ അത് നാടിനാവശ്യപ്പെട്ടതാണ്. അത് LDFൻ്റെ കാലത്താണ് വന്നത് എന്നതുകൊണ്ട് അത് പൂർത്തിയാക്കാതെ തുടരാതെ പോകരുത്, അത് ഉപേക്ഷിക്കരുത്. അത് ഉപേക്ഷിച്ചാൽ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് അത് പിറകോട്ടടിക്കുന്ന ഒന്നാകും. അതിൽ രാഷ്ട്രീയം കാണരുത്. ഇത് പറയാനാണ് ഞാൻ ഇത് സൂചിപ്പിച്ചത്. പനൂർ പഞ്ചായത്തിലെ തോട്ടുമുക്ക് പാലം, മഴയിൽ പാലം തകർന്നു പോയതാണ്. അതും ശബരിമല പാക്കേജിലാണ് ഉൾപ്പെടുത്തിയത്. PWD ബ്രിഡ്ജസ് തയ്യാറാക്കി സമർപ്പിച്ചിട്ടുണ്ട്. ആദ്യം അതിലൊരു ചെറിയ ഇതൊന്ന് PW റോഡ്സാണ് അതിൻ്റെ എസ്റ്റിമേറ്റെല്ലാം തയ്യാറാക്കിയത്, റോഡും കൂടെ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ബ്രിഡ്ജസിൻ്റെ അനുമതി വേണമെന്നുള്ളതുകൊണ്ട് അത് ബ്രിഡ്ജസിലേക്ക് മറ്റേ ആ കാലതാമസമൊക്കെയാണ് ഉള്ളത്. അതും യഥാർത്ഥത്തിൽ സജീവമായി നിൽക്കുകയാണ്. TS വാങ്ങി ടെൻഡർ ചെയ്താൽ ആ പാലവും നമുക്ക് പൂർത്തിയാക്കാൻ കഴിയും. മറ്റൊന്ന്, നമ്മുടെ നിയോജകമണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസന പ്രവർത്തനമാണ് കല്ലറത്തെ NCC. 39 കോടിയാണ്. അതിൽ 2 കോടി രൂപയുടെ ഫസ്റ്റ് ഫേസ് പൂർത്തിയാക്കി കഴിഞ്ഞു. അവിടെ ഹെലിപ്പാഡ് ഉൾപ്പെടെ പൂർത്തീകരിച്ചതാണ്. അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു. സെക്കൻഡ് ഫേസിന് 4 കോടി രൂപ അനുവദിച്ചു. അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. 33 കോടി രൂപയാണ് തേർഡ് ഫേസ്. അത് നബാർഡിൻ്റെ സഹായത്തോടു കൂടിയാണ്. അതിൻ്റെ നടപടിക്രമങ്ങൾ NCC തന്നെ മുൻകൈയെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. നബാർഡിൻ്റെ അംഗീകാരം വാങ്ങി ആ 3ാം ഫേസിലേക്കും പോകേണ്ടതുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം അതിൻ്റെ വേഗതയിലും സമയബന്ധിതമായി നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇതെല്ലാം ഇംപ്ലിമെൻറ്റിംഗ് ഏജൻറ്റുമാരായ ഉദ്യോഗസ്ഥന്മാരെ മാത്രം ഏൽപ്പിച്ചാൽ പോരാ. ജനപ്രതിനിധികൾ അതിൻ്റെ പിറകിൽ മെനക്കെട്ട് നിൽക്കേണ്ടി വരും. അങ്ങനെ നിൽക്കണം. പുതിയ MLAയും അദ്ദേഹത്തിൻ്റെ ഓഫീസും അങ്ങനെ നിൽക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അത് നാടിനാവശ്യമാണ്. സ്വാഭാവികമായും തുടക്കത്തിലെ പരിചയക്കുറവ് ഇവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത് മാറാവുന്നതേ ഉള്ളൂ. എൻ്റെ വിനയപൂർവമായ അഭ്യർത്ഥന, ബഹുമാനപ്പെട്ട MLA ഇത്തരം പ്രവർത്തനങ്ങൾ കൂടി തുടരാൻ ഈ നാടിനു വേണ്ടി മുൻകൈ എടുക്കണം എന്നുള്ളതാണ്. പലരും പലതും പറഞ്ഞു തരുന്നുണ്ടാകും. അത്തരം പ്രവർത്തനങ്ങളായിട്ട് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നുകൊണ്ട് വസ്തുതാവിരുദ്ധമായ പ്രസ്താവനകൾ നടത്തുന്നത് ഉത്തരവാദിത്തപ്പെട്ടൊരു ജനപ്രതിനിധിക്ക് ഭൂഷണമല്ല എന്ന എൻ്റെ അഭിപ്രായം കൂടി ഞാൻ ഈ തരുണത്തിൽ പ്രകടിപ്പിക്കുകയാണ്. അത് നിയമസഭയിൽ തന്നെ ഇത് സംബന്ധിച്ച് നടത്തിയ അദ്ദേഹത്തിൻ്റെ സ്റ്റീരിയോടൈപ്പ് പ്രസംഗമുണ്ട്. ഞാൻ തിരഞ്ഞെടുപ്പ് കാലത്തിന് മുമ്പ് പറഞ്ഞതൊക്കെ രാഷ്ട്രീയ ആരോപണമായി നമുക്ക് തള്ളിക്കളയാവുന്നതേ ഉള്ളൂ. പക്ഷെ തിരഞ്ഞെടുപ്പിന് ശേഷവും അത് പറയുകയാണ്. കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലം ശരിയാണ്, 1977 മുതൽ 2026 വരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധികളാണ് ഇവിടെ ഭരിച്ചത്. എല്ലാ ഗവൺമെൻറ്റുകൾ വരുമ്പോൾ ഇവിടെ വികസനം മുരടിപ്പായിരുന്നു, ഒന്നും നടന്നില്ല. ഇത് ഈ മണ്ഡലത്തിൻ്റെ ചരിത്രമറിയാത്തതുകൊണ്ട്, ഈ മണ്ഡലത്തിൽ ഈ കാലഘട്ടത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ടുണ്ടായ തെറ്റിദ്ധാരണയിൽ നിന്നായിരിക്കണം MLA ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അത് ശരിയായ പ്രസ്താവനയല്ല എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ തന്നെ പരിശോധിക്കൂ. ഭാവന നിയോജകമണ്ഡലത്തിലെ 1977 നിയോജകമണ്ഡലം ഇപ്പോഴത്തെ നിയോജകമണ്ഡലം തമ്മിലുള്ള വ്യത്യാസം അത് സ്വാഭാവികമായ വളർച്ചയൊന്നുമല്ല. അന്താരാഷ്ട്ര പ്രശസ്തമായ സ്ഥാപനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്.
TBGRI പാലോട് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളെല്ലാം ഇടപെട്ടുകൊണ്ട് വന്നതാണ്. പക്ഷേ ആ സ്ഥാപനം വരുമ്പോൾ ഇവിടെ LDFൻ്റേതാണ് ജനപ്രതിനിധി. തൊട്ടുപുറത്ത് VBI വെറ്ററിനറി ബയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതിന്നിപ്പോൾ അനിമൽ ഹെൽത്ത് സെൻ്ററാണ്. വലിയ സ്ഥാപനമാണ്, ഏഷ്യയിലെ തന്നെ പ്രശസ്തമായ സ്ഥാപനമാണ്. ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ അതിനകത്ത് വലിയ നവീകരണങ്ങൾ നടന്നിട്ടുണ്ട്. ഗവൺമെൻറ്റുകളുടെ ഫണ്ട് ഉപയോഗിച്ചാണ്, ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് ഫണ്ട് ഉപയോഗിച്ചാണ്. ആ സ്ഥാപനം ഈ നിയോജകമണ്ഡലത്തിലാണ്. ജില്ലാ പഞ്ചായത്തിൻ്റെയും ഗവൺമെൻറ് കൃഷി വകുപ്പിൻ്റെയും 2 ഫാമുകൾ ഒരുപാട് ആളുകൾക്ക് ജോലി കൊടുക്കുന്നതാണ്. അത് ആ ജോലി കൊടുക്കുന്ന സ്ഥാപനം ഈ നിയോജകമണ്ഡലത്തിലാണ്. ജില്ലാ പഞ്ചായത്തിൻ്റെ കൃഷി ഫാം, അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൃഷി പിന്നെ അഗ്രി ഫാം, ബനാന ഫാം, ഇത് 2 പെരിങ്ങാട് പഞ്ചായത്തിൽ ഈ നിയോജകമണ്ഡലത്തിലാണ്. നമ്മുടെ സ്കൂളുകൾ അപ്ഗ്രേഡ് ചെയ്ത് ഹൈസ്കൂളായത്, ഹയർ സെക്കൻഡറി ആയത്, വൊക്കേഷണൽ ഹയർ സെക്കൻഡറിക്കല്ല പറഞ്ഞത്. ഇതെല്ലാം ഈ LDFൻ്റെ ജനപ്രതിനിധികൾ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ഘട്ടത്തിലാണ്. നമ്മുടെ പഞ്ചായത്തിൽ വാമനൂർ നദിക്കരയിൽ ഇരുവശവുമാണ്. ഈ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുവാൻ പലപ്പോഴും പണ്ട് മാർഗങ്ങളുണ്ടായിരുന്നില്ല. വള്ളമാണ് യാത്രാ സൗകര്യം ഉണ്ടാക്കിയത്. അവിടെയെല്ലാം പാലങ്ങൾ വന്നത് ഏത് ഘട്ടത്തിൽ നിങ്ങൾ നോക്കൂ. പാലോട് ഇരുമ്പ് പാലം, ജവഹർ കോളനി പാലം, മൈലമ്മൂട് പാലം ബ്രിട്ടീഷുകാരുടെ പാലം മാറ്റിയതാണ്. വാമനൂരം പാലം മാറ്റിയത്, വെള്ളുമണടിയിൽ പുതിയ പാലം വന്നത്. അങ്ങനെ പരസ്പരം പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം നടത്തിയത് LDFൻ്റെ ജനപ്രതിനിധികളുള്ള കാലത്താണ്. ഇനി 10 വർഷക്കാലം കൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങൾ നിങ്ങളൊന്ന് പരിശോധിക്കുക. 2016 മുതൽ 2026 വരെയുള്ള കാലയളവിൽ നമ്മുടെ എല്ലാ സ്കൂളുകളുടെയും ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തിയില്ലേ? ആശുപത്രിയുടെ സാഹചര്യങ്ങൾ, വാമനപുരത്ത് പുതിയ കെട്ടിടം വന്നില്ലേ? കല്ലറ ആശുപത്രി വന്നില്ലേ? പാലോട് വന്നില്ലേ? എല്ലാ പഞ്ചായത്ത് ഡിസ്പെൻസറികളും കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തപ്പെട്ടില്ലേ? അതിന് പുതിയ സ്റ്റാഫ് വന്നു. ആരോഗ്യരംഗത്ത് മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ വന്നു. ഈ 10 വർഷത്തിനിടയിൽ നടന്ന വികസന പ്രവർത്തനങ്ങളാണ്. ഇന്ന് നിലവിൽ നമ്മുടെ എല്ലാ റോഡുകളും, PWയുടെ എല്ലാ റോഡുകളും, പ്രധാനപ്പെട്ട എല്ലാ റോഡുകളും പല പ്രതിസന്ധികളും ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് പൂർത്തിയാക്കാൻ പറ്റിയില്ലേ? ചെല്ലഞ്ചി പാലം യാഥാർത്ഥ്യമായില്ലേ? ചെല്ലഞ്ചി പാലത്തിൻ്റെ അപ്രോച്ച് റോഡ്, ചെല്ലഞ്ചി പാലം വരുമ്പോൾ എന്താണ് സമരം? അപ്രോച്ച് റോഡില്ല, എങ്ങനെ മുന്നോട്ട് പോകും? ഇപ്പോൾ അപ്രോച്ച് റോഡ് വന്നില്ലേ? വികസന പ്രവർത്തനങ്ങൾ അങ്ങനെ പടിപടിയായിട്ടാണ് വരുന്നത്. അതെല്ലാം ഈ 10 വർഷക്കാലത്തിന് യാഥാർത്ഥ്യമായില്ലേ? കാരേറ്റ് പാലോട് റോഡ് കരാറുകാരൻ കളഞ്ഞിട്ട് പോയതാണ്, ഞങ്ങൾ കളഞ്ഞിട്ട് പോയില്ലല്ലോ. കൂടെ നിന്ന് അവസാനം റീട്രെൻഡ് ചെയ്ത് കൂടുതൽ തുകയെല്ലാം വേണ്ടി വന്നു. ശ്രീധന്യ കൺസ്ട്രക്ഷൻ എടുത്തത് പൂർത്തിയാക്കിയില്ലേ? അത്തരത്തിൽ പരിശോധിച്ചാൽ പൊന്മുടിയിലെ വികസനം, പൊന്മുടിയിലെ ഇന്നത്തെ PWD ഗസ്റ്റ് ഹൗസ്, അത് പണ്ട് കാലത്തെ തുടങ്ങിയതല്ലേ? UDFൻ്റെ കാലത്ത് തന്നെ തുടങ്ങിയതാണ്. പക്ഷെ അത് പൂർത്തിയാക്കാൻ LDFൻ്റെ ഗവൺമെൻറ് വേണ്ടി വന്നില്ലേ? പൊന്മുടിയിലൊരു പോലീസ് സ്റ്റേഷൻ വാടകയ്ക്കാണ് പ്രവർത്തിച്ചിരുന്നത്. ഇന്ന് സ്വന്തം സ്ഥലത്ത് ട്രാൻസ്ജെൻഡർ ലോക്കപ്പ് ഉൾപ്പെടെ, അത് വലിയ പ്രത്യേകതയാണ്. ഈ ജില്ലയിൽ മറ്റിടത്തുമില്ല, കേരളത്തിൽ തന്നെ പൂർവ്വമാണ്. ആ പോലീസ് സ്റ്റേഷൻ വന്നില്ലേ? എക്കോ ഫ്രണ്ട്ലിയായിട്ടുള്ളൊരു പോലീസ് സ്റ്റേഷൻ നിങ്ങൾ പോയി പരിശോധിക്കുക. ഒരു ടൂറിസ്റ്റ് സെൻ്റർ എന്ന നിലയിൽ ഈ 10 വർഷക്കാലത്തിനിടയിൽ പൊന്മുടിയിലുണ്ടായ വികസനവും പൊന്മുടിയിലേക്ക് ടൂറിസ്റ്റുകൾ, തദ്ദേശീയരും അല്ലാത്തവരുമായ ടൂറിസ്റ്റുകൾ വന്നു പോകുന്നതിൻ്റെ എണ്ണവും നിങ്ങൾ ആ വ്യത്യാസം ഒന്ന് പഠിച്ചു നോക്ക്. 10 വർഷത്തിന് ശേഷം ഉണ്ടായ പുരോഗതി നമുക്ക് മനസ്സിലാകില്ലേ? അവിടുത്തെ PWD റെസ്റ്റ് ഹൗസ്, ക്യാമ്പ് ഷെഡ്, അത് നവീകരിച്ച് പുതിയ കെട്ടിടം ഉയർന്നുകൊണ്ടിരിക്കുകയല്ലേ? ഉള്ള കെട്ടിടങ്ങൾ നവീകരിച്ചു, ഇപ്പോൾ പുതിയ കെട്ടിടം അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പൊന്മുടിയിലേക്കുള്ള റോഡ് 101 കോടി രൂപയുടെ റോഡല്ലേ? BMNBC നിലവാരത്തിലേക്ക് വളരുകയല്ലേ? അപ്പോൾ ഏത് തലത്തിലെടുത്ത് പരിശോധിച്ചാൽ, ഇനി വെഞ്ഞാറമൂട്ടിൽ പുതിയ സ്ഥാപനങ്ങളൊന്നുമില്ല എന്ന് പറയുന്നു. വെഞ്ഞാറമൂട്ടിലെ PW റെസ്റ്റ് ഹൗസ് ഉദ്ഘാടനത്തിന് ഭാഗമായി നിൽക്കുകയാണ്. എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉദ്ഘാടനം നടത്തിയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫർണിച്ചറും മറ്റു സൗകര്യങ്ങളും കൂടി വരാതെ ഉദ്ഘാടനം നടത്തണ്ട എന്നൊറ്റ നിർബന്ധം കൊണ്ടാണ്. ഉദ്ഘാടനമൊന്നും ആളുകളെ വഞ്ചിക്കാൻ വേണ്ടിയല്ലല്ലോ. ഉദ്ഘാടകനായിട്ടോ അതിൻ്റെ അധ്യക്ഷനായിട്ടോ ഞാൻ വരിക എന്നുള്ളതല്ലോ പ്രാധാന്യം. അത് നാടിന് പ്രയോജനപ്പെടുന്ന രൂപത്തിൽ ആകട്ടെ. അതിപ്പോൾ പൂർത്തിയായി നിങ്ങൾ പോയി നോക്കുമ്പോൾ അറിയാമല്ലോ. ഫയർ സ്റ്റേഷൻ കീഴായിക്കുളത്ത് ഫയർ സ്റ്റേഷൻ വന്നത്, ഫയർ സ്റ്റേഷൻ വരുമ്പോഴും ഇവിടുത്തെ ജനപ്രതിനിധി LDFൻ്റെ ആണ്.
അത് വാടക കെട്ടിടത്തിലാണ്. ഈ 10 വർഷക്കാലത്തിനിടയിലാണ് ഫയർ സ്റ്റേഷൻ ആവശ്യമായ ആധുനിക സൗകര്യങ്ങളുള്ള വാഹനങ്ങൾ ലഭ്യമായത്. അതിന് കീഴായിക്കോണത്ത് വസ്തു പതിച്ച് ഫയർ സ്റ്റേഷന് കൈമാറി അതിൽ പുതിയ കെട്ടിടം പണിത്. അപ്പോൾ യാർഡിന് വേണ്ടി 80 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ്, 70 ലക്ഷം രൂപയുടെ യാർഡിനുള്ള ടെൻഡറും കഴിഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ 2016 എൻ്റെ പീരീഡിലാണ് ഇതെല്ലാം നടന്നത്. അവിടെയും ഉദ്ഘാടനം നടത്തത് ആ യാർഡ് കൂടി പൂർത്തിയാക്കട്ടെ എന്ന് കരുതിയിട്ടാണ്. അല്ലെങ്കിൽ വേണമെങ്കിൽ നടത്താം, പക്ഷേ യാർഡും കൂടെ ഇല്ലെങ്കിൽ വാഹനങ്ങൾ കൊണ്ട് സൂക്ഷിക്കാനുള്ള അസൗകര്യം വരും. യാർഡിൻ്റെ പണി വരുമ്പോൾ വീണ്ടും വാഹനങ്ങൾ എടുത്തു മാറ്റേണ്ടി വരും. അതുകൊണ്ടാണ് അതും തെരഞ്ഞെടുപ്പ് ഉദ്ഘാടനം നടത്താത്തത്. ഇതെല്ലാം പുതിയ സ്ഥാപനങ്ങളല്ലേ. കല്ലറ യൂണിവേഴ്സിറ്റിയുടെ സഹായത്തോടുകൂടി UIT, ആ UIT കല്ലറ സ്ഥാപിക്കുമ്പോൾ വാടക കെട്ടിടത്തിലാണ്. 2014 ശേഷമാണ്, ഈ 10 വർഷക്കാലത്തിനിടയിലാണ്. അവിടെ ഞങ്ങൾ നാട്ടുകാരുടെ സഹായത്തോടു കൂടി 35 സെൻറ്റ് പിന്നെ ഭൂമി, ഹൈസ്കൂളിന് കളിസ്ഥലത്തിന് വേണ്ടി വാങ്ങിയിരുന്ന ഭൂമി കൈമാറി അവിടെ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 1,20 ലക്ഷം രൂപ മുടക്കി പുതിയ കെട്ടിടം വന്നു. ഒരു IT സ്ഥാപനം, ഒരു ജൂനിയർ കോളേജ് കല്ലറ ഇപ്പോൾ പ്രവർത്തിക്കുകയാണ്. ഇത് ഈ ഘട്ടത്തിൽ വന്ന പുതിയ സ്ഥാപനമല്ലേ. കളമച്ചൽ ITIക്ക് 3.5 കോടി രൂപയാണ്. 1.5 ഏക്കർ പുരയിടമാണ് അവിടുത്തെ നാട്ടുകാരുടെ എല്ലാം സഹായത്തോടു കൂടി തൊഴിൽ വകുപ്പിന് സംഭാവന ചെയ്തത്. IT ആരംഭിച്ചു കഴിഞ്ഞല്ലോ. നിങ്ങൾ പാലോട് ട്രൈബൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ആൻഡ് കരിയർ ഗൈഡൻസ് സെൻറ്റർ, എത്ര കുട്ടികൾക്കാണ് അവിടെ സൗജന്യമായി PSC പരീക്ഷയ്ക്ക് കോച്ചിങ് കൊടുക്കുന്നത്? നിർധനരായ കുട്ടികൾക്ക്. എത്ര പേർക്കാണ് ആ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് പുതിയതായതുകൊണ്ടാണ് പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടുള്ളത്? നിങ്ങൾ അന്വേഷിച്ച് നോക്ക്. ഈ മാറ്റങ്ങളെല്ലാം ഈ നിയോജകമണ്ഡലത്തിൽ ഈ കാലയളവിൽ, ഇത് 10 വർഷത്തിനിടയിലാണ് വന്നത്. ഞാറനീലയിലെ MRS വന്നത് LDFിൻ്റെ ജനപ്രതിനിധികളുള്ള കാലത്താണ്. അങ്ങനെ പറഞ്ഞാൽ എണ്ണിയാലൊടുങ്ങാത്ത വികസനങ്ങളും പ്രവർത്തനങ്ങളും കൂടെ ഈ ജില്ലയിൽ ഏറ്റവും മെച്ചപ്പെട്ട ഒരു നിയോജകമണ്ഡലമായി മാറ്റാൻ ഈ 1977 മുതൽ 2021 വരെ 26 വരെ പ്രവർത്തിച്ച LDFിൻ്റെ ജനപ്രതിനിധികൾക്കായിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം നേരെ കണ്ണടച്ചുകൊണ്ട് വികസനം ഒരിടപ്പാണ് എന്ന് പറയുന്നത് വിജയത്തിൻ്റെ അഹങ്കാരം കൊണ്ടാണ് എങ്കിൽ അത് ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. പിന്നെ അദ്ദേഹം പുതിയ കോളേജ് കൊണ്ടുവരുമെന്ന് പറയുന്നു, സ്വാഗതാർഹം. താലൂക്ക് ആശുപത്രി കൊണ്ടുവരുമെന്ന് പറയുന്നു, വളരെ നല്ല കാര്യം. പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുന്നതിനെ സ്വാഗതം ചെയ്യുക. പക്ഷേ താലൂക്ക് ആശുപത്രി കൊണ്ടുവരുമ്പോൾ തന്നെ ആ കാലയളവിനിടയിൽ നിലവിലുള്ള ആശുപത്രിയുടെ ഇന്നത്തെ ശോചനാവസ്ഥ മെച്ചപ്പെടുത്താൻ ആവശ്യമായ ചില കാര്യങ്ങൾ കൂടി ചെയ്യണമെന്ന് എനിക്ക് അഭ്യർത്ഥനയുണ്ട്. ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ നേതൃത്വം കൊടുത്ത് പറഞ്ഞിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങളാണ്. അതെല്ലാം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇതിന് ശേഷം ഒരു 2 മിനിറ്റ് പിന്നെ പഴയ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പിന്നെ റാസി കൂടി പറയും. ഇനി ഒരു കാര്യം കൂടി പറയണം. ഞാനിപ്പോൾ MLA ഫണ്ട് ഉപയോഗിച്ചും മറ്റുമൊക്കെ നടത്തിയുള്ള പ്രവർത്തനങ്ങളുണ്ട്. ഇപ്പോഴും കുറേ പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. പുതിയ MLAക്ക് വേണമെങ്കിൽ അതെല്ലാം മാറ്റാം. നാടിൻ്റെ അഭിപ്രായങ്ങളും ആവശ്യങ്ങളും അറിഞ്ഞാണ് അത്തരം MLA പ്രപ്പോസലെല്ലാം കൊടുത്തത്. അതൊന്നും മാറ്റിക്കളയരുതെന്നാണ് എൻ്റെ വിനയപൂർവമായ അഭ്യർത്ഥന. അതൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് ഞാൻ വിടുകയാണ്. എന്നാൽ ഈ കഴിഞ്ഞ ബഡ്ജറ്റിൻ്റെ റിവൈസ്ഡ് ബഡ്ജറ്റെല്ലാം വന്നു. പക്ഷേ കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച ചില പദ്ധതികളുണ്ട്, അതുകൂടി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. വാവറം കളമച്ചൽ ITIക്ക് പൂർത്തീകരണത്തിന് വേണ്ടി 1 കോടി രൂപ കഴിഞ്ഞ ബഡ്ജറ്റിൽ അനുവദിച്ചിട്ടുണ്ട്. വാവറം സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടത്തിന് വേണ്ടി 2 കോടി രൂപ പൊളിഞ്ഞു വീഴാറായി നിൽക്കുകയാണ്. വാവനൂരത്തെ മിനി സിവിൽ സ്റ്റേഷന് വേണ്ടി 2 കോടി രൂപ, നെല്ലനാട് പഞ്ചായത്ത് സ്റ്റേഡിയത്തിന് 1 കോടി രൂപ, ആനാട് കുടുംബാരോഗ്യ കേന്ദ്രം കെട്ടിടത്തിന് 1 കോടി രൂപ, പനവൂർ നീന്തൽക്കുളത്തിന് 2 കോടി രൂപ, മാടൻകാവ് ഇരുളൂർ കൈരളി ജംഗ്ഷൻ വിവിധ 2-3 പഞ്ചായത്തുകളിൽ കടന്നു പോകുന്ന റോഡാണ്, പ്രധാനപ്പെട്ട റോഡാണ്. അത് പൊട്ടിപ്പൊളിഞ്ഞ് നാശമായി 5 കോടി രൂപ. കുടവനാട് പാലുവള്ളി റോഡ് 3 കോടി രൂപ. വെഞ്ഞാറമൂട് സാംസ്കാരിക കേന്ദ്രം, ആധുനിക നിലയിൽ സാംസ്കാരിക കേന്ദ്രം 1.5 കോടി രൂപ. നന്ദിയോട് തോട്ടുമുക്ക് ആലമ്പാർ റോഡ് 1 കോടി രൂപ. ഇത്രയും തുക കഴിഞ്ഞ ബഡ്ജറ്റിൽ അനുവദിച്ചിട്ടുണ്ട്. ഏകദേശം 19.5 കോടി രൂപയുടെയാണ്. ഇപ്പോൾ പുതിയ ബഡ്ജറ്റിൽ റിവൈസ് ചെയ്ത ബഡ്ജറ്റിൽ 32 കോടി രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതും കൂടി ചേർന്നുള്ള വികസന പ്രവർത്തനത്തിനായിരിക്കണം ബഹുമാനപ്പെട്ട MLA നേതൃത്വം കൊടുക്കേണ്ടത് എന്നതുകൂടി അദ്ദേഹത്തിൻ്റെ മുന്നിൽ അഭ്യർത്ഥിക്കുകയാണ്. അതെ, നമ്മുടെ വില്ലേജ് ഓഫീസുകളെല്ലാം സ്മാർട്ടാക്കിയിട്ടുണ്ട് ഈ 10 വർഷക്കാലത്തിനിടയിൽ. അത് ഞാൻ എൻ്റെ വികസന രേഖയിലൂടെ ജനങ്ങളെ അറിയിച്ചിട്ടുള്ളതാണ്.
അങ്ങനെ വികസനം നടത്തിയതുകൊണ്ട് ജയിക്കണമെന്നൊന്നുമില്ല. പക്ഷെ അതെല്ലാം യാഥാർത്ഥ്യമാണ് ഇവിടെ. അതെല്ലാം നടത്തിയിട്ടുണ്ട്. അതൊക്കെ തന്നെ വളരെ സത്യസന്ധമായും സുതാര്യമായും ഈ മണ്ഡലത്തിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ള അഭിമാനം എനിക്ക് ജനപ്രതിനിധി എന്ന നിലയിൽ, കഴിഞ്ഞ കാല ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്കിപ്പോഴുമുണ്ട്. ഈ വസ്തുതകളെ മറച്ചു പിടിച്ചുകൊണ്ടാകരുത് പുതിയ നീക്കങ്ങൾ നടത്തേണ്ടത് എന്നതാണ് എനിക്ക് ജനങ്ങളെ അറിയിക്കാനുള്ളത്. അതാണ് ബഹുമാനായ MLA എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ ഇത്തരം പോസ്റ്റുകളുടെ ഇടയിൽ വന്ന് വായി തോന്നുന്നത് വിളിച്ചു പറയുന്ന സൈബർ, അതെന്താ പറയുക, സൈബർ തെമ്മാടിത്തമെന്നോ സൈബർ ഗുണ്ടായിസമെന്നോ എന്ത് വേണോ പറയാം, അതിനെ അവഗണിക്കുകയല്ലാതെ നിവൃത്തിയില്ല. അതിനോടൊന്നും പ്രതികരിക്കാനും മറുപടി പറയാനും ഒന്നും പോകുന്നില്ല. ഇതെല്ലാം പറഞ്ഞ് ഞങ്ങളെ വിരട്ടി ഞങ്ങളുടെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാമെന്ന് ആരും വ്യാമോഹിക്കും വേണ്ട. അതങ്ങ് തുടർന്നോട്ടെ, ഇഷ്ടം പോലെ തുടർന്ന് നിങ്ങൾ ആത്മസംതൃപ്തി നേടിക്കോളൂ എന്ന് മാത്രമേ അത്തരം വിമർശനങ്ങൾക്ക് മറുപടി പറയാനുള്ളൂ. വസ്തുതാപരമായി ഏത് വിമർശനങ്ങൾ വെച്ചാലും വ്യക്തമായി മറുപടി പറയാൻ ഈ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളുടെ അനുഭവത്തിൽ എനിക്ക് കഴിയും, അത് ഞങ്ങൾക്ക് കഴിയും. അതുകൊണ്ടാണ് ഞങ്ങൾ കൂട്ടായി ഈ പ്രവർത്തനങ്ങൾ വന്നത്. ഈ ഫ്ലൈ ഓവറിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മൾ ഫ്ലൈ ഓവറിൻ്റെ ഓരോ ഘട്ടത്തിലും ആവശ്യമായ തരത്തിൽ മോണിറ്ററിംഗ് നടത്തി അതിനാവശ്യമായ ഉദ്യോഗസ്ഥന്മാരെയെല്ലാം പീരിയോഡിക്കലായി വിളിച്ചു ചേർത്ത് കാര്യങ്ങൾ നിർവഹിച്ചാണ് പോകുന്നത്. അതുകൊണ്ട് മാത്രമേ ഇത് പൂർത്തീകരിക്കാൻ പറ്റൂ. ഓരോ ഘട്ടത്തിൽ ട്രാഫിക് പരിഷ്കാരങ്ങളെല്ലാം വേണ്ടിവരും. ആദ്യഘട്ടത്തിൽ ഞങ്ങൾ ഇതിൻ്റെ പെരപ്പങ്കോട് അമ്പലമുക്ക് റോഡിനെയാണ് നന്നായി ആശ്രയിച്ചത്. കുറേ കഴിഞ്ഞപ്പോൾ വൺ വേ എന്ന നിലയിൽ നമുക്ക് സമന്വയ നഗറിലൂടെ ഉള്ള റോഡിനെയും ആശ്രയിച്ചു. ഇപ്പോൾ സമന്വയ റോഡ് പൊട്ടിപ്പൊളി. ഇപ്പോൾ പഞ്ചായത്ത് ഡിവിഷനെ, ജില്ലാ പഞ്ചായത്ത് ഡിവിഷനെ പ്രതികരിക്കുന്നത് PV രാജേഷാണ്. PV രാജേഷിൻ്റെ മുൻകൈ എടുത്തുകൊണ്ട് 50 ലക്ഷം രൂപ അതിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടി ASും TSും ആക്കി ടെൻഡർ നടപടികളിലേക്ക് പോയി. ടെൻഡർ എടുക്കാൻ ഇപ്പോൾ ആളില്ലാത്ത എഗ്രിമെൻറ്റും വെച്ചു. ഇനി അതിന് ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുത്താൽ, മറ്റേതെങ്കിലും റൂട്ടിലൂടെ സൗകര്യം ഉണ്ടാക്കി കൊടുത്താൽ നമുക്കത് മെയിൻ്റനൻസ് നടത്തി വീണ്ടും ആ റോഡിനെ നമുക്ക് ഉപയുക്തമാക്കി മാറ്റാൻ പറ്റും. ഇപ്പോൾ കഴിഞ്ഞ മീറ്റിങ്ങിൽ ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റി LCC പറഞ്ഞതായിട്ടാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ മണ്ഡലം പ്രസിഡൻ്റെ വാർത്താ സമ്മേളനമൊക്കെ ഞാനത് കണ്ടു. ഓണത്തിന് മുമ്പ് തന്നെ ഈ 2 സർവീസ് റോഡുകളും തുറന്നു കൊടുക്കാനാകും. അങ്ങനെ തുറന്നു കൊടുക്കുന്ന സന്ദർഭത്തിൽ ഈ റിംഗ് റോഡുകൾ പരമാവധി വീതി കൂട്ടി പണി പൂർത്തിയാക്കുകയും ആ സമയത്ത് തന്നെ സമന്വയ നഗർ റോഡിൻ്റെ പണിയും പൂർത്തിയാക്കാൻ കഴിഞ്ഞാൽ തുടർന്ന് മേൽപ്പാലത്തിൻ്റെ പണി വരുമ്പോൾ ഈ തടസ്സങ്ങൾ പോകും. പിന്നെ അക്വിസിഷൻ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മന്ത്രി നിയമസഭയിൽ പറയുന്നുണ്ട് വലിയ കാലതാമസം എടുക്കും. ഇപ്പോൾ ഊരാളുങ്കൽ അന്ന് MLA കൊടുത്ത വാഗ്ദാനം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് പണി തീർക്കാൻ 2027 ജൂൺ വരെ വേണമെന്നാണ്. യഥാർത്ഥം അവരുടെ കാലാവധി ഡിസംബറിൽ അവസാനിക്കും. പക്ഷേ ഇതിനിടയ്ക്ക് വന്ന ലാഗും മറ്റുമൊക്കെ ഉള്ളതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഘട്ടമുള്ളതുകൊണ്ട് 2027 ജൂണിന് മുമ്പ് അവസാനിപ്പിക്കുമെന്നാണ് അവർ കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ 1 വർഷം നമ്മുടെ മുന്നിൽ കാലാവധിയുണ്ട്. ഈ 1 വർഷത്തിനിടയിൽ കുറച്ച് പ്രദേശം മാത്രമേ ഉള്ളൂ. ആ പ്രദേശത്തെ ലാൻഡ് അക്വിസിഷൻ നടപടികൾ നടത്തി തീർക്കാവുന്നതേ ഉള്ളൂ. കഴിഞ്ഞ കാല അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാം. പക്ഷേ അതിനുവേണ്ടി എല്ലാ മുൻകൈയും എടുത്ത് അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നീക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ലാൻഡ് അക്വിസിഷൻ നടപടികൾ നമുക്ക് പൂർത്തിയാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. വെഞ്ഞാറമൂട് പഴയ പ്രതാപത്തോടു കൂടി തിരിച്ചു പിടിക്കുമെന്നുള്ള അദ്ദേഹത്തിൻ്റെ വാഗ്ദാനം ഞാനും സ്വാഗതം ചെയ്യാൻ വിശ്വസിക്കുകയാണ്. വെഞ്ഞാറമൂട് പട്ടണം എന്ന് പറയുന്നത് ഈ 300-400 മീറ്ററിൻ്റെ ഇരുവശവും മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ വളരെ വിശദമാണ്. അതിനെല്ലാം കൂടി പൊതുവായി കണ്ടുകൊണ്ടാണ് വെഞ്ഞാറമൂടിൻ്റെ ഗതാഗതക്കുരുക്കിൻ്റെ ശാശ്വതമായ പരിഹാരവുമാണ് ഈ മേൽപ്പാലം എന്ന വസ്തുത മനസ്സിലാക്കണം. ദേശീയപാത വികസനം വന്നാലും ഈ മേൽപ്പാലം അനിവാര്യമാണ്. കാരണം ഏത് പാത വികസനം വന്നാലും എത്ര വീതി കൂടിയാലും ഈ ബസ് സ്റ്റാൻഡിലേക്കും കിഴക്കും പടിഞ്ഞാറേക്കും റോഡിൽ തിരിയേണ്ട സന്ദർഭം വന്നാൽ ഈ ബ്ലോക്ക് ഇവിടെ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. അതിന് പരിഹാരം മേൽപ്പാലമല്ലാതെ മറ്റൊന്നുമില്ല. സർവീസ് റോഡുകളിലൂടെ പോകേണ്ടുന്ന വാഹനങ്ങൾ മാത്രം അങ്ങനെ തിരിഞ്ഞു പോകുന്ന ഒരവസ്ഥ വന്നാൽ ഈ ബ്ലോക്ക് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ദീർഘദൂര വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും, അതിൽ ഫുട്പാത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വാഹനങ്ങൾ യഥേഷ്ടം സഞ്ചരിക്കുന്ന ഒരവസ്ഥയും ഉണ്ടാകും. ഇതാണ് പൊതുവിൽ എനിക്ക് പറയാനുള്ളത്. ഈ ആശുപത്രികളുടെ സംബന്ധിച്ച്
അദ്ദേഹം താലൂക്ക് ആശുപത്രിയെല്ലാം കൊണ്ടുവരുമെന്ന് പറയുന്ന പശ്ചാത്തലത്തിൽ നിലവിലുള്ള ആശുപത്രിയുടെ ശോചനീയാവസ്ഥയും അത് പരിഹരിക്കാനുള്ള ചില നിർദ്ദേശങ്ങളും ഞങ്ങൾക്കുണ്ട്. അത് SM റാസി ഇക്കാര്യത്തിൽ നിങ്ങളോട് സംസാരിക്കും. റാസിയുടെ അങ്ങോട്ട് മൈക്ക് വയ്ക്കാമല്ലോ. കൊടുക്കുക. ചോദ്യമുണ്ടോ? മുൻകാലത്തെ അപേക്ഷിച്ച് ഇപ്പോൾ മന്ദഗതിയിലാണ് പണികൾ നടക്കുന്നത്, മേൽപ്പാലത്തിന്റെ പണികൾ. അത് അങ്ങയുടെ പേര് കളങ്കപ്പെടുത്താണ് നീക്കമായിട്ട് കരുതുന്നു? ഞാൻ അങ്ങനെ കരുതുന്നില്ല. എൻ്റെ പേര് കളങ്കപ്പെടുത്തി ഇവിടെ ഒരു വികസനം മുടക്കാൻ ശ്രമിക്കുമോ എന്നെനിക്ക് തോന്നുന്നില്ല. അതിൽ വേണ്ടുന്ന ഇടപെടൽ നടത്തണം. അത് മാത്രമേ എനിക്കിപ്പോൾ പറയാം. എൻ്റെ പേര് കളങ്കപ്പെടുത്തുക എന്നുള്ളതൊന്നും എന്നെ ആശങ്കപ്പെടുത്തുന്നതല്ല. എൻ്റെ പേര് ജനങ്ങൾക്ക് മുമ്പിൽ പെട്ടെന്ന് ഉയർന്നു വന്നതൊന്നുമല്ല. എൻ്റെ ദീർഘകാല പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതാരെങ്കിലും കളങ്കപ്പെടുത്താൻ ശ്രമിച്ചാൽ കളങ്കപ്പെട്ടു പോകുമെന്നുള്ള ആശങ്കയൊന്നും എനിക്കില്ല. പൂർണ്ണമായും പണി കഴിഞ്ഞ് കിടക്കുകയാണ്. അതവർ തീരുമാനിക്കട്ടെ. അതിനേക്കുള്ള സമയമായി വരുന്നേ ഉള്ളൂ. അതൊക്കെ അദ്ദേഹം നേടിയെടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊന്നും ഒരു വലിയ പ്രയാസമായി വരുമെന്ന് തോന്നുന്നില്ല. സ്ഥലം ഏറ്റെടുക്കാതെയാണ് ഈ പാലപ്പണി തുടങ്ങിയതെന്നൊക്കെ ഇങ്ങനെ നാട്ടുകാരൊക്കെ ഇങ്ങനെ പറയുന്നത്. തീർച്ചയായിട്ടും സ്ഥലം ഏറ്റെടുക്കലും പാലം പണിയും ഒന്നിച്ച് നിങ്ങൾ ഒരു മനസ്സിലാക്കേണ്ടത്, ഏത് വികസന പ്രവർത്തനവും ഒരു ഘട്ടം പൂർത്തിയാക്കി മറ്റൊരു ഘട്ടത്തിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ വരാവുന്ന ടൈം ലാഗ് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ വെഞ്ഞാറമൂട് അസൗകര്യങ്ങൾ ദീർഘകാലം വരികയുള്ളൂ. സ്ഥലം ഏറ്റെടുക്കാൻ വരുന്ന അസൗകര്യങ്ങൾ വരുമല്ലോ, അറിയാമല്ലോ. അതിനുശേഷം പാലം എന്ന് പറഞ്ഞാൽ വീണ്ടും ഗതാഗത തടസ്സങ്ങൾ ഉണ്ടാകുമല്ലോ. അപ്പോൾ സ്വാഭാവികമായും ഇത് എല്ലാം കൂടി യോജിപ്പിച്ച് ഇപ്പോൾ റിംഗ് റോഡ് തന്നെ ദീർഘകാലം കരാറെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ നിന്ന് കരാറെടുത്തപ്പോൾ ഇനി ഇതെല്ലാം പൂർത്തിയാക്കിയിട്ട് മതിയെന്ന് ധാരണയിലെടുക്കാൻ ഒക്കില്ല. റിംഗ് റോഡും പൂർത്തിയായി, കൂട്ടത്തിൽ തന്നെ മേൽപ്പാലത്തിൻ്റെ പണിയും നടന്നു. ഈ കൂട്ടത്തിൽ ഇനി ഒരു വർഷക്കാലം ഇത് പൂർത്തിയാക്കാണെങ്കിൽ ഒരു വർഷക്കാലം നന്നായി പ്രയോജനപ്പെടുത്തിയാൽ അക്വിസിഷൻ നടപടികൾ നമുക്ക് പൂർത്തിയാക്കാൻ പറ്റും. ആത്മവിശ്വാസത്തോടെയാണ് ഞാൻ പോയത്. അതാരെങ്കിലും പറയും പോലെ മുൻകൂർ ജാമ്യം എടുക്കാനൊന്നും ആരും അതിന് ചില അങ്ങനെയാണ്. ഇനിയിപ്പോൾ അതൊക്കെയാണ് പറയാൻ പോകുന്നത്. വെല്ലുവിളിയും നടക്കും എന്നൊക്കെ പറഞ്ഞൊരു വാട്സാപ്പ് പോസ്റ്റ് ആരാണ് ഇട്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. വസ്തുതകൾ പറയാതിരിക്കാൻ പറ്റും. ഞാൻ ആരെയും വെല്ലുവിളിക്കാനില്ല. പരിപാടികളെ സംബന്ധിച്ചൊന്നും ജനങ്ങൾക്കിടയിൽ ഓടിൻ്റെ കാര്യത്തിലാണ് നല്ല ഭംഗിയായിട്ട് ഓടിൻ്റെ കണ്ടിട്ടിലാക്കിയിരുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ ഇപ്പം കൺഫ്യൂഷൻ വരുന്നു. 3 മീറ്റർ 4 മീറ്റർ 6 മീറ്റർ വെച്ചത് ഇതൊരു വ്യക്തമായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. ഞാൻ പറയുന്നത് ഇത് കാരണം ഈ പണി ഒഴിച്ച് ബാക്കിയുള്ളവരെ സംബന്ധിച്ച് റോഡിൻ്റെയോ മറ്റു റോഡുകളുടെയോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൻ്റെയോ സ്കൂളുകളുടെ കാര്യത്തിൽ MLA സംബന്ധിച്ചങ്ങളുടെ കാഴ്ചകളില്ല. ഈ ഒരു പ്രശ്നം നേരത്തെ മുൻകൂട്ടി ആസൂത്രണം ചെയ്തിരുന്നുവെങ്കിൽ പോരായ്മകൾ പരിഹരിക്കാമായിരുന്നു എന്ന അഭിപ്രായമാണ് ജനങ്ങൾക്കുള്ളത്. അത് തെറ്റിദ്ധാരണ പരത്തുന്നതാണ്. മുൻകൂട്ടി ആസൂത്രണം ചെയ്യാത്തത് കൊണ്ടല്ല. ഞാൻ ചോദിക്കട്ടെ, ഒരു പ്രപ്പോസൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള യഥാർത്ഥ പഠനങ്ങളെല്ലാം വരണ്ടേ? ആ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ ഫണ്ട് അനുവദിക്കുന്ന കിഫ്ബിയും PWD KRFയും ഞാൻ പറഞ്ഞല്ലോ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇതെല്ലാം അനുവദിക്കുന്ന ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനാണ് CT, ചീഫ് ടെക്നീഷ്യൻ. ഈ ഉദ്യോഗസ്ഥരുമെല്ലാം സ്ഥലം വന്ന് പരിശോധിച്ചതിന് ശേഷമാണ് ഭാവിയിൽ MC റോഡ് വികസനം യാഥാർത്ഥ്യമാകാൻ പോകുന്ന പശ്ചാത്തലം കൂടി കണക്കാക്കിക്കൊണ്ടാണ് അവർ KRFയുടെ പ്രപ്പോസലിനെ 6 മീറ്റർ റോഡാക്കി. അത് തന്നെയാണ് ഇപ്പോൾ ഫൈനൽ രൂപം. 6 മീറ്റർ സർവീസ് റോഡും 1.5 മീറ്റർ നടപ്പാതയും എന്ന നിലയിൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കി. അതിൻ്റെ ക്യാബിനറ്റ് അംഗീകാരത്തിന് ഇപ്പോൾ ഗവൺമെൻറ് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഞാൻ ഈ പറഞ്ഞ ഉദ്യോഗസ്ഥൻ്റെ കൈവശം ഇരിക്കുകയാണ്. ഫിനാൻസ് സെക്രട്ടറി ആയിട്ടുള്ള പാട്ടീൽ അജിത് ഭഗത് റാവു IASൻ്റെ മേശപ്പുറത്തുണ്ട് എന്നു മുതൽ 4/6/2026 മുതൽ. അതിനെ പുട്ടപ്പ് ചെയ്ത് ക്യാബിനറ്റ് അംഗീകാരം വാങ്ങി നടപ്പിലാക്കുക എന്നുള്ള ജോലിയാണ് ഇന്ന് ചെയ്യേണ്ടത്. ഈ പറയുന്നത് ധനകാര്യ ഉദ്യോഗസ്ഥരുടെ ഇച്ഛയ്ക്കനുസരിച്ചാണെങ്കിൽ വൈകാണ് എന്താവും ഇതിൻ്റെ ഭാവി? അതാണ് ഭാവി ഒന്നുമല്ല. ഈ പദ്ധതി പൂർത്തിയാക്കാനുള്ള നിശ്ചയദാർഢ്യം ഉണ്ട് എങ്കിൽ വളരെ ഭംഗിയായി പൂർത്തിയാക്കാം. പിന്നെ ഇത് ആർക്കും വഴിയിലിട്ട് കളഞ്ഞിട്ടൊന്നും പോകാൻ പറ്റില്ല. വേണമെങ്കിൽ പിന്നെ മുൻ MLA എന്ന നിലയിലോ മുൻ ഗവൺമെൻറ് ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കാമെന്നുള്ളതല്ലാതെ ഈ നാടിൻ്റെ വികസന സാധ്യതയെ അങ്ങനെ തടഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആർക്കും ആകില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കാരണം ഈ പദ്ധതികളെല്ലാം നമ്മുടെ മുമ്പിലുള്ളതാണ്. ഇത് സാങ്കല്പിക ലോകത്ത് നിന്ന് സൃഷ്ടിച്ചിറക്കിയതല്ല. അടിപ്പാത നിർമ്മാണത്തിലാണ് ജനങ്ങൾക്കൊരു ആശങ്ക. ഏതിൻ്റെ അടിപ്പാത നിർമ്മാണത്തിലാണ് ജനങ്ങൾക്കൊരു ആശങ്കയുള്ളത്. അതേപോലെ
ഈ പാലം സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ ജംഗ്ഷൻ വരെ പ്രശ്നമല്ല. ബട്ട് അവിടെ നിന്ന് നമ്മൾ MC റോഡ് അങ്ങോട്ട് ആരംഭിക്കുമ്പോൾ സാറ് പറഞ്ഞതുപോലെ 6 മീറ്ററും പിന്നെ 1.5 മീറ്റർ നടത്താതെ എടുക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ നിലവിൽ ഒരു ഓട്ടോറിക്ഷ പോകാനുള്ള സ്ഥലം മാത്രമേ അവിടെ ഉള്ളൂ, നടത്താതെയില്ല. അങ്ങനെ എടുക്കുമ്പോൾ അവിടെ നിന്ന് നമ്മുടെ സ്കൂളിൻ്റെ ഹൈസ്കൂൾ ബിൽഡിംഗ് 3 നില കെട്ടണം, അത് ഇടിക്കേണ്ടി വരും. പിന്നെ അങ്ങോട്ടുള്ള വ്യാപാര സ്ഥാപനങ്ങൾ ഭാഗികമായോ പൂർണ്ണമായോ സർവീസ് ബാങ്ക് അടക്കമുള്ള കെട്ടിടങ്ങളെല്ലാം ഇടിക്കേണ്ടി വരും. അപ്പോൾ അതിലൊക്കെയാണ് ജനങ്ങൾക്ക് ഒരു ആശങ്ക നിലവിലുള്ളത്. അതിനെങ്ങനെയാണ്? തീർച്ചയായിട്ടും അതല്ല, ഈ സ്കൂളിൻ്റെ കെട്ടിടമൊന്നും ഇടിക്കേണ്ടി വരില്ല, സ്കൂളിൻ്റെ മതിൽ കുറേ കൂടെ മാറ്റി കെട്ടേണ്ടി വരുമായിരിക്കും. പിന്നെ അതിൽ ഈ പറയുന്നത് പോലെ നിങ്ങൾ നോക്കൂ, സെൻറ്റിന് 30 ലക്ഷം രൂപയും സ്ട്രക്ചർ എമൗണ്ടുമാണ് അക്വിസിഷൻ്റെ നടപടി വരുന്നത്. ഇത് നാളെ ഒരു MC റോഡ് വികസന പദ്ധതി പൂർത്തിയാകുന്ന ഒരു സന്ദർഭം ഉണ്ടായാൽ ഇത് സംഭവിക്കില്ലേ? വെഞ്ഞാറമൂടിൻ്റെ വികസനം എന്ന് പറയുന്നത് ഏതു ഘട്ടത്തിലായാലും MC റോഡിൻ്റെ ചുറ്റുമായതുള്ളതുകൊണ്ട് ഈ വികസനം പ്രതീക്ഷിച്ചാലേ പറ്റുള്ളൂ. അതിൽ നിന്ന് എല്ലാ കാലവും നമുക്ക് മാറി നിൽക്കാൻ പറ്റില്ല. അതിനുണ്ടാകുന്ന ചെറിയ അസൗകര്യങ്ങൾ പരിഹരിച്ച് വെഞ്ഞാറമൂടിൻ്റെ ഒരു വലിയ വികസന സാധ്യത യാഥാർത്ഥ്യമായാലേ പറ്റുള്ളൂ. എന്തായാലും ഈ ഒരു പണി തുടങ്ങി, പാലം പണി എന്ന് പറയുമ്പോൾ എല്ലാവരും മുറവിളി കിട്ടിക്കൊണ്ടിരുന്നതാണ്. കഴിഞ്ഞ ഇലക്ഷന് മുമ്പ് ആദ്യത്തെ ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴും എവിടെയോ പാലം എന്ന് ചോദിച്ച് ഇപ്പോൾ അവസാനം സാറിൻ്റെ ഒരു 10 വർഷം പൂർത്തിയാകുന്ന സമയത്താണ് ഈ പാലം തുടങ്ങിയത്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് വ്യാപാരികളൊക്കെ ഒരു വല്ലാത്തൊരവസ്ഥയിലാണ്. പാർട്ടിക്കാർ പോലും ഒരു വല്ലാത്ത അവസ്ഥയിൽ സാറിനോട് ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു നീരസമായി എന്തിനാണ് ഈ പണി തുടങ്ങി വെച്ചത് എന്ന് ആരെങ്കിലും സാറിനോട് ചോദിച്ചു? സ്വന്തം പാർട്ടിക്കാർ തന്നെ അല്ലെങ്കിൽ കൂടെ സഹകരിക്കുന്നവർ തന്നെ അങ്ങനെ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ട്? കാരണം നമ്മളെ ഇങ്ങനെ നടക്കുമ്പോൾ എന്നോട് ഇക്കാര്യത്തിൽ എന്തിനു തുടങ്ങിയെന്നുള്ള ചോദ്യം ആരും ചോദിച്ചില്ല. എന്നാൽ ആശങ്കകൾ പങ്കുവച്ചിട്ടുണ്ട്. അവരോടെല്ലാം തന്നെ കാര്യകാരണ സഹിതം വ്യക്തമാക്കിയിട്ടുമുണ്ട്. എന്നോട് സംസാരിച്ചവർക്കെല്ലാം ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇത് കിഫ്ബി ഫണ്ട് ചെയ്യുമ്പോൾ കിഫ്ബി നടത്തിയ പ്രപ്പോസലിൻ്റെയും കൂടെ ഭാഗമാണ്. ഇപ്പോൾ കിഫ്ബിയുടെ ഭാവി അനിശ്ചിതത്വത്തിലാണല്ലോ. സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് പ്ലാൻ ഫണ്ടിൽ നിന്നോ മറ്റ് ഫണ്ടാണ് കണ്ടെത്തുന്നതെങ്കിൽ അതല്ല കിഫ്ബിയെ കൊണ്ട് തന്നെ, അതൊക്കെ ഗവൺമെൻറ്റിൻ്റെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, ഗവൺമെൻറ് തീരുമാനിക്കേണ്ടതാണ്. പുതിയൊരു ഗവൺമെൻറ് വന്നാൽ അതിൻ്റെ നയപരമായ സമീപനത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ ഗവൺമെൻറ് തീരുമാനിക്കുകയാണെങ്കിൽ MLAക്ക് തന്നെ മുൻകൈ എടുക്കാവുന്ന മറ്റൊരു ഓപ്ഷനാണ് ഞാൻ പറഞ്ഞത്. ആദ്യഘട്ടത്തിൽ തന്നെ ഈ പാലത്തിൻ്റെ ഡിസൈൻ തയ്യാറാക്കുമ്പോൾ നമ്മുടെ KRFB കേരള റോഡ് ഫണ്ട് ബോർഡ് കണ്ട പ്രാഥമിക ഘട്ടത്തിലുള്ള, അതായത് എൻട്രൻസ് ഭാഗവും അത്യാവശ്യം ചില സ്ഥലങ്ങളിൽ വീതിക്കുറവ് പരിഹരിക്കാനുള്ള അക്വിസിഷൻ നടത്തിയാലും 4 മീറ്റർ റോഡ് കിട്ടും. 4 മീറ്റർ റോഡ് എന്ന് പറഞ്ഞാൽ ഒരു വാഹനത്തിന്, വലിയ വാഹനത്തിന് ഉൾപ്പെടെ യഥേഷ്ടം സഞ്ചരിച്ച് പോകാവുന്നതാണ്. 4 മീറ്റർ പാതയും 1 മീറ്റർ ഫുട്പാത്തും എന്ന നിലയിൽ എടുത്താലും 15 കോടി രൂപ ഉണ്ടെങ്കിൽ അക്വിസിഷൻ നടപടി പൂർത്തിയാക്കുകയും ചെയ്യാം. അതിന് ഇനി പുതിയ KRFB നേരത്തെ മനസ്സിൽ കണ്ടിരുന്ന പ്രപ്പോസൽ തയ്യാറാക്കി ഗവൺമെന്റിലേക്ക് പോകണം. എങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ ഉള്ള വീതിക്ക് വേണ്ടിയാണ് 15 കോടി രൂപ അതിൻ്റെ കൂടെ വേണമെന്ന് KRFB അന്ന് ആവശ്യപ്പെടുന്നത്. അതിനെയാണ് ഇങ്ങനെ പരിഷ്കരിച്ചത് കിഫ്ബി. ഏതാണ്? അതെ, അത് MC റോഡിൻ്റെ വികസനം ഭാവിയിൽ വരുമല്ലോ. ആ അക്വിസിഷൻ ഇപ്പോൾ തന്നെ MC റോഡിൻ്റെ വികസനത്തിൻ്റെയും ഫണ്ടിങ് കിഫ്ബിയാണ്. അതുകൊണ്ടാണ് കിഫ്ബി ഈ പ്രപ്പോസൽ ഇപ്പോൾ തന്നെ അതങ്ങ് നടത്തിയാൽ യാഥാർത്ഥ്യമാകുമല്ലോ എന്നതാണ് കിഫ്ബി അന്ന് കാണുന്ന രീതി. അതോ ഇനി ഭാവിയിൽ കിഫ്ബിയുടെ ഫണ്ടാണ് അന്ന് പറഞ്ഞത്, ഇനി ഉണ്ടാവില്ല എന്നൊന്നും എനിക്കറിയില്ല. ഉണ്ട് അത് നിർബന്ധമായും വേണം. അതിന്റെ പ്രപ്പോസൽ തയ്യാറാക്കിയിട്ടുണ്ട് അവര്. ഇതില് എന്തെന്നറിയോ, ജനങ്ങൾക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ തന്നെ അവിടെയാണ് എനിക്ക് അഭിപ്രായ വ്യത്യാസം വരുന്നത്. ഇതിന്റെ അക്വിസിഷൻ വേണ്ടി വരും എന്നുള്ള കാര്യവും ഇതുകൂടി അടങ്ങിയാണ് പ്രപ്പോസൽ എന്ന നിലയിലും അന്ന് തന്നെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. പ്രോജക്റ്റ് എന്ന് ഇവരുടെ കരാർ മാത്രമേ ആയുള്ളൂ. മറ്റത് അംഗീകാരത്തിന് വേണ്ടി വിട്ടേക്കല്ലേ.
അത് തുടക്കം മുതൽ അവസാനം വരെ ആയിരിക്കും. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അത്രയും ആവശ്യമില്ല എന്നാണ്. ഈ റോഡിൻ്റെ പൂർത്തീകരണത്തിന് വരുമായിരിക്കും, അതളന്ന് തിട്ടപ്പെടുത്തുമ്പോഴേ അറിയാവും. ഈ റോഡിൻ്റെ പൂർത്തീകരണത്തിന് 4 മീറ്റർ റോഡിയും 1 മീറ്റർ നടപ്പാതയും മതിയാകും. പക്ഷെ അത് തീരുമാനിക്കേണ്ടത് ജനപ്രതിനിധിയല്ല, ഗവൺമെൻറ്റാണ്, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാണ്. ഏതൊരു മീറ്റിംഗിൽ ഞാൻ ഈ കാര്യം ചോദിക്കുമ്പോൾ അന്ന് ഈ പുറമ്പോക്ക് അങ്ങനെയൊക്കെ ആരാണെന്നും എന്താണെന്നും പറയില്ല, പുറമ്പോക്ക് ആവശ്യം വേണ്ടുന്ന പുറമ്പോക്കുകളുള്ളത് അളന്ന് തിട്ടപ്പെടുത്തിയാലും നമുക്കറിയാം. പുറമ്പോക്കുണ്ടാവും. പുറമ്പോക്കുള്ളതൊക്കെ ഈ സർവേ നടത്തുമ്പോൾ തെളിഞ്ഞു വരുന്നതാണ്. സ്വാഭാവികമായിട്ട് അക്വിസിഷൻ നടപടികളിലേക്ക് പോകുമ്പോൾ പുറമ്പോക്കുണ്ടെങ്കിൽ പുറമ്പോക്ക് കഴിഞ്ഞാലേ ബാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. അതൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ഈ റോഡിൻ്റെ ആവശ്യമായ സ്ഥലം ഉണ്ടാകുമെന്നാണ് ഈ ഇവിടെ ഉദ്യോഗസ്ഥരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതിലേക്ക് ഇറങ്ങി ജനങ്ങൾ വേറൊന്നും സമ്പാദിക്കേണ്ട, പണി പൂർത്തിയായി വരുന്ന മുറയ്ക്ക് അന്നേരത്തെ ആവശ്യം വരികയാണെങ്കിൽ എടുക്കും അത് അപ്പോഴാവശ്യത്തിലുള്ള രീതി ഉണ്ടാകുമെന്നാണ് ഉദ്യോഗസ്ഥർ അത് പറഞ്ഞത്. മീറ്റിംഗിലാണ് എനിക്കറിയില്ല. തുടക്കത്തിലെ ഇത് പറഞ്ഞു തന്നെ പോകുന്നത് അത് വിശദീകരിക്കപ്പെട്ടിട്ടുമുണ്ട്. അപ്പം ഇങ്ങനൊരു ആരോപണം ആക്ഷേപമാണ് നിയമസഭയിലും പുറത്തും. ഈ വസ്തുതകളെല്ലാം മറച്ചു വെച്ചുകൊണ്ടുള്ള അതിന് കൺക്ലൂഡ് ചെയ്ത് പറയാം. ഇങ്ങനെ MLA നിയമസഭയിലും പുറത്തും ആക്ഷേപം. അതായത് ഇതിൻ്റെ നാൾവഴികളും ഇതിൻ്റെ വസ്തുതകളും പൂർണ്ണമായി മനസ്സിലാക്കാതെയോ മനസ്സിലാക്കിയിട്ടും തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലോ ആണ് ഇത്തരം ഒരു പ്രസ്താവന ഇതിൻ്റെ അശാസ്ത്രീയമാണെന്ന പ്രസ്താവനമായി വന്നിട്ടുള്ളത്. ഇനി അശാസ്ത്രീയമാണ് എങ്കിൽ നടപടിയെടുക്കാൻ തയ്യാറാകണം. മാറി മാറി വന്ന ജനപ്രതിനിധികൾ മണ്ഡലത്തിന് വേണ്ടിയിട്ട് വലിയ കാര്യമായിട്ടുള്ള സംഭാവനകളൊന്നും ചെയ്തിട്ടില്ല എന്ന് നിയമസഭയിൽ MLA പറഞ്ഞത്. കഴിഞ്ഞ 10 കൊല്ലത്തെ അങ്ങയുടെ ഭരണ സമയത്തുള്ള എത്ര കോടി രൂപയുടെ വികസനമാണ് മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളതെന്ന് പറയാൻ കഴിയും? 2000-ലധികം കോടി രൂപയുടെ. അത് 2 തെരഞ്ഞെടുപ്പിലും ഞാൻ വികസന പത്രികയിലൂടെ ജനങ്ങളെ അറിയിച്ചിട്ടുള്ള കാര്യമാണ്. അത് ഇനിയും വേണമെങ്കിൽ ഓരോ വികസന പദ്ധതിയും പൂർത്തിയാക്കിയിട്ടുള്ള ഓരോ വികസന പദ്ധതിയും അതിനുവേണ്ടി ചിലവാക്കിയ തുകയും വ്യക്തമായി പറയാൻ എനിക്ക് കഴിയും. ഞാൻ പറഞ്ഞു, ഈ 10 വർഷത്തിനിടയിൽ ഇവിടെ വന്നിട്ടുള്ള പുതിയ സ്ഥാപനങ്ങൾ അതിൻ്റെ എണ്ണം ഞാൻ ഇപ്പോൾ പറഞ്ഞു. റോഡുകളുടെ കാര്യം പറഞ്ഞു. സ്മാർട്ട് വില്ലേജ് ഞാൻ പറയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് മുഴുവൻ ഇങ്ങനെ ഓർത്ത് പറയേണ്ട കാര്യമല്ലല്ലോ. അത് ഈ നാട്ടിലുണ്ട്. പുതിയ സ്ഥാപനങ്ങൾ വന്നിട്ടുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ യഥാർത്ഥത്തിൽ ഇനി പുതുതായി നമ്മൾ PW റോഡുകളുടെ കാര്യത്തിൽ തിരിഞ്ഞു പോലും നോക്കണ്ടല്ലോ. ഗ്രാമീണ റോഡുകളുടെ ബാക്കി വരുന്ന കുറേ ഗ്രാമീണ റോഡുകൾ തീർന്നിട്ടുണ്ട്. ബഡ്ജറ്റിൽ തന്നെ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള റോഡുകൾ പൂർത്തിയാക്കിയെടുക്കാനും മറ്റ് പ്രവർത്തനങ്ങളിലേക്ക് ഇപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, തൊഴിൽ കിട്ടുന്ന സ്ഥാപനം, കുറേ അധികം പേർക്ക് തൊഴിൽ കിട്ടുന്നൊരു സ്ഥാപനം കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഗവൺമെൻറ് തലത്തിൽ പുതിയ കോളേജ് വരുമെന്ന് പറയുന്നുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് ശ്രദ്ധിച്ച് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് അവസരമുണ്ട്. ഇപ്പോൾ അപ്പോൾ ഇനി ഇത് കുത്ത് ഇത് കുത്തണ്ടേ? ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴേക്കും കഴിഞ്ഞ റിസൾട്ട് വരുന്നതിന് മുമ്പ് എല്ലാ സ്ഥലങ്ങളിലും പോയി ഞാൻ ഒരു പ്രവചനം നടത്താൻ നോക്കിയായിരുന്നു. അപ്പൊ എനിക്ക് കിട്ടിയ ഇതുമായിട്ട് ബന്ധമല്ല, ഞാൻ എങ്ങനെയാണ് പഞ്ചായത്ത് എങ്ങനെ 2000 അത് ഈ പാലം കൊണ്ടാണോ ഇങ്ങനെ നമ്മൾ പറ്റിയത് എന്നൊരു പൊതുവെയുള്ള സംസാരം. അൽഫാസ് അല്ലേ 2000 വോട്ട് കൂടുതൽ കിട്ടുമെന്ന് പിന്നെ പ്രവചിച്ചത്. അതിന്റെ കാരണം അൽഫാസ് തന്നെ കണ്ടുപിടിച്ചാൽ മതി. എനിക്കങ്ങനെ അറിയാൻ പറ്റും. അതെ, അത് അൽഫാസിന്റെ പഠനത്തിലൂടെ തെളിഞ്ഞതല്ലേ? അല്ലേ? അല്ലെങ്കിൽ അൽഫാസ് അങ്ങനെയല്ലേ മനസ്സിലാക്കിയത്? അൽഫാസിന്റെ ബോധ്യമല്ലേ അത് എങ്ങനെ പോയി എന്നുള്ളത് അൽഫാസ് തന്നെ കണ്ടുപിടിക്കും. അല്ല, ഞാനെന്താ പറയണ്ട. വസ്തുക്കളെല്ലാം ജനപ്രതിനിധികളെല്ലാം പങ്കെടുത്ത് റെഡിയായി കൊടുത്തതാണ്. അതെ അതെ അതെ, ടെൻഡർ വരെ ആയിരുന്നേ. അതിന്റെ സൗജന്യമായിട്ടാണ് ഭൂമി